الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. ഇന്ന് നമ്മൾ ഈ സദസ്സിൽ വെച്ച് വായിക്കുന്നത് അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുള്ളയുടെ ഇത്ഹാഫുൽ കിറാം എന്ന് പറയുന്ന ആദാബുകൾ, മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ആദാബുകളെക്കുറിച്ച് പറയുന്ന പുസ്തകത്തിലാണ്. വഅൻ ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു, ആളുകൾ തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോൾ പരസ്പരം ആളുകളുണ്ടാകുന്ന സദസ്സുകളിലും മറ്റും ഒക്കെ അവർ പാലിക്കേണ്ടുന്ന അതിമഹത്തായ ഒരു അദബിനെക്കുറിച്ചാണ് ഈ ഹദീസിൽ കൂടെ പറയാൻ പോകുന്നത്. വഅൻ ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു ഒരിക്കൽ, ഇദാ കുൻതും സലാസതൻ ഫലാ യതനാജാ ഇത്നാനി ദൂനൽ ആഖിർ, നിങ്ങൾ മൂന്ന് പേരുണ്ടെങ്കിൽ, ഒരു സദസ്സിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ 3 പേരുണ്ടെങ്കിൽ, ഫലാ യതനാജാ ഇത്നാൻ, രണ്ടാളുകൾ പരസ്പരം സ്വകാര്യം പറയരുതേ, രഹസ്യമായി സംസാരം രണ്ടാളുകൾ തമ്മിൽ ഉണ്ടാവരുത്. ദൂനൽ ആഖിർ, മറ്റവനെ ഒഴിവാക്കിയിട്ട്. 3 ആളുകളുള്ള ഒരു സ്ഥലത്ത് വെച്ച് 2 ആളുകൾ സ്വകാര്യം പറയാം. ഏത് വിഷയത്തിലാണെങ്കിലും മറ്റേ ആളെ ഒഴിവാക്കി, അവൻ കേൾക്കാതെ. മുനാജാത്ത് എന്ന് പറയുന്നത് രഹസ്യമായി, സ്വകാര്യമായി, മറ്റുള്ളവർ പുറത്തേക്ക് കേൾക്കാതെ ഉള്ള സംസാരം അതുണ്ടാവരുതേ, മൂന്നാമത്തവനെ കൂട്ടാതെ. ഹത്താ തഖ്തലിതു ബിന്നാസി, മറ്റുള്ള ആളുകളുടെ കൂട്ടത്തിൽ കൂടി കലരുന്നത് വരെ. വേറെ ആളുകൾ വന്നു, 4ാമത്തെ ഒരാൾ വന്നു, 5ാമത്തെ ഒരാൾ വന്നു എന്നുണ്ടെങ്കിൽ 2 ആൾക്ക് പറയാം. ആ ഒഴിവാക്കി നിർത്തിയ മറ്റേ ആളെ കൂടെ വേറെ ആളുകളുണ്ടല്ലോ അവിടെ സദസ്സിൽ. നേരെ മറിച്ച് ആകെ 3 ആളുള്ള ഒരു സ്ഥലത്ത് വെച്ച് 2 ആളുകൾ സ്വകാര്യം പറയും. പഠിക്കുന്ന സ്ഥലത്തോ പള്ളിയിൽ വെച്ചോ അതല്ലെങ്കിൽ ജോലി സ്ഥലത്തോ വീട്ടിൽ വെച്ചോ എവിടെയാണെങ്കിലും ധാരാളം ഇങ്ങനെ ഉണ്ടാവുന്നതാണ് സംഭവങ്ങളത്. ആളുകൾ ഇത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അങ്ങനെ ചെയ്യരുതേ എന്നുള്ള ആ നസീഹത്ത് നമുക്ക് നൽകാൻ കാരണം, ഈ ഒരു അദബ് നിങ്ങൾ പാലിക്കണം എന്ന് പറയാൻ കാരണം, മിൻ അജ്ലി അന്ന ദാലിക യുഹ്സിനുഹു, 3 ആളുകളുടെ ഒരു സ്ഥലത്ത് വെച്ച് 2 ആളുകൾ മാത്രം ഇരുന്ന് സ്വകാര്യമായിട്ട് സംഭാഷണം കാര്യങ്ങൾ നടത്തുമ്പോൾ 3ാമത്തെ ആളെ മനസ്സിൽ അത് വ്യസനുണ്ടാക്കും. അവരെന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാണോ, എനിക്കെന്തെങ്കിലും അപകടങ്ങൾ വരുത്താനാണോ, എന്നെക്കുറിച്ച് എന്തെങ്കിലും മോശമായി ചിത്രീകരിക്കാനാണോ എന്നുള്ള തോന്നലുകൾ, ചിന്തകൾ അവൻ്റെ മനസ്സിൽ വരാൻ ഇത് കാരണമാകും. അവൻ അതിൻ്റെ പേരിൽ വിഷമപ്പെടാനും ഉത്കണ്ഠപ്പെടാനും പേടിക്കാനും അസ്വസ്ഥനാകാനും ഇത് കാരണമാകും എന്ന്. ദീനുൽ ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾ പാലിക്കേണ്ടുന്ന ആദാബുകൾ, മര്യാദകൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഓരോന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ശരിയായ സ്വഭാവ മര്യാദ ഗുണങ്ങളിൽ നമ്മൾ എത്ര അകലത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ദീനുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയങ്ങളിൽപ്പെട്ടതാണ്. സ്വകാര്യ സംഭാഷണങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാൻ എന്ന്. തെറ്റായ കാര്യങ്ങളിൽ, മോശപ്പെട്ട കാര്യങ്ങളിൽ, മറ്റുള്ള ആളുകൾക്ക് പ്രയാസങ്ങളോ മറ്റോ ഉണ്ടാക്കുന്ന നിലക്കുള്ള രഹസ്യ ഈ സംഭാഷണങ്ങൾ അത് പിശാചിൻ്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ്. അത് പിശാചിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രേരണ കാരണമാണ് ആളുകൾ ചെയ്യുന്നത്. ലിയഹ്സുനല്ലദീന ആമനു, സത്യവിശ്വാസികളെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. കപടവിശ്വാസികൾക്ക് മദീനയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾ കൂടുന്ന സദസ്സുകളിലൊക്കെ അവർ വന്നിട്ട് അവർ കൂടെ 2 ആളോ 3 ആളോ ഒക്കെ ഇരുന്നിട്ട് വലിയ സംഭാഷണങ്ങൾ, സ്വകാര്യമായിട്ട് ചർച്ച ചെയ്യും കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് മുഅ്മിനീങ്ങൾക്ക് ഇവർ നമുക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കാനോ ഫിത്ന ഉണ്ടാക്കാനാണോ, അവരങ്ങനത്തെ പലത് സ്ഥലത്തും പല സമയത്തും ചെയ്ത ആളുകളുമായിരിക്കും. അപ്പോൾ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ വ്യസനവും വിഷമവും ഉണ്ടാക്കാൻ വേണ്ടി ഇത് കപടവിശ്വാസികൾക്ക് ഇങ്ങനത്തെ പണിയുണ്ടായിരുന്നു. അള്ളാഹു പറയും പിശാചിൻ്റെ പ്രേരണ കൊണ്ടാണ് നിങ്ങൾ അവർ ചെയ്യുന്നത്. വലൈസ ബിളാരിഹിം ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുവാദമില്ലെങ്കിൽ ഈ മുഅ്മിനീങ്ങളെ ഒരു ഉപദ്രവവും വരുത്താൻ നിങ്ങൾക്ക് കഴിയൂല. ഈ കപടവിശ്വാസികൾക്ക് അവരെ കൊണ്ട് കഴിയൂല.
അവരെ വിമർശിച്ചുകൊണ്ട് അവരുടെ ആ ചതിയും തന്ത്രകുതന്ത്രങ്ങളും മുഅ്മിനീങ്ങൾക്കൊരു ഉപദ്രവം വരുത്തൂല എന്ന് പറഞ്ഞ അല്ലാഹു മുഅ്മിനീങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട്, അപ്പോൾ തെറ്റായ കാര്യങ്ങളിലോ മോശപ്പെട്ട കാര്യങ്ങളിലുള്ള ഈ പറയുന്ന സ്വകാര്യ സംഭാഷണങ്ങൾ അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെട്ടതേ അല്ല, ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല. ഇനി നല്ല കാര്യത്തിലുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളും ആണെങ്കിൽ പോലും പ്രവാചകൻ പറഞ്ഞതുപോലത്തെ ഈ അദബ്, ഈ മര്യാദ പാലിക്കാൻ തയ്യാറാകും. ഇമാം മാലിക് റഹ്മത്ത് 3 ആളുകളുണ്ട്. അവിടെ ആ ഒരുത്തൻ ഒഴിവാക്കി 2 ആൾ മാത്രം സ്വകാര്യം പറയാൻ നിൽക്കുക ചെയ്യരുത്. 4ാമത്തെ ഒരാളുടെ അവിടെ വന്നു എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതിൽ 5ാമത്തെ ഒരാൾ വന്നു എന്നുണ്ടെങ്കിൽ 2 ആളിരുന്ന് സംസാരിക്കുക, 3 ആൾ സംസാരിക്കുക, പ്രശ്നമില്ല. അപ്പുറത്ത് 2 ആളുകൾ വേറെ ഉണ്ടല്ലോ. അങ്ങനെ കൂടുതൽ ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വിരോധമല്ല. ഇല്ലാത്ത സ്ഥലങ്ങളിൽ 4 ആളുണ്ട്, 3 ആൾ കൂടിയിട്ട് സ്വകാര്യ സംഭാഷണം ഒരുത്തനോട് ഒഴിവാക്കുക. അതൊരിക്കലും ഉണ്ടാവരുത്. അവൻ്റെ മനസ്സിൽ വിഷമവും വ്യസനവും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കാൻ ഇത് കാരണമാകും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുവത്ത എന്ന ഹദീസ് കിതാബിൽ അബ്ദുല്ലാഹിബ്നു ദീനാർ റഹ്മഹുല്ല അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു സംഭവം, ഖാല കുന്തു അന വബ്നു ഉമറ ഇൻദ ദാരി ഖാലിദ് ഇബ്നു ഉഖബത്ത അല്ലതി ഫി സൂഖ്. ഞാനൊരിക്കൽ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെയായിരുന്നു. അങ്ങാടിയിൽ വെച്ച് ഖാലിദ് ഇബ്നു ഉഖബ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ വീട്ടിൻ്റെ പരിസരത്ത്, അവർക്കതറിയുമായിരുന്നു. അങ്ങനെ ഫജാ റജുലുൻ യുരീദു അൻ യുനാജിയ, വേറൊരാൾ വന്നു. ഞങ്ങൾ 2 ആളാണ് അവിടെ ഉള്ളത്. അപ്പോൾ വേറൊരാൾ പുറത്തുനിന്ന് വന്നു അബ്ദുല്ലാഹിബ്നു ഉമറിനോട് എന്തോ ഒരു കാര്യം സ്വകാര്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അബ്ദുല്ലാഹിബ്നു ഉമറിൻ്റെ കൂടെ ഞാനല്ലാതെ വേറൊരാൾ ആ സ്പോട്ടിലില്ല താനും. അപ്പോൾ ഫദഅ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റജുലൻ ആഖർ, അബ്ദുല്ലാഹിബ്നു ഉമർ മറ്റൊരാൾ അങ്ങാടിയിൽ നിന്ന് വേറൊരാളെങ്കിലും വിളിച്ചു. അപ്പോൾ 4 ആളായി. അതിൽ ഞങ്ങൾ 2 ആളും സ്വകാര്യ സംഭാഷണം പറയാൻ വേണ്ടി വന്ന ആളും വേറൊരാളും കൂടി അബ്ദുല്ലാഹിബ്നു ഉമർ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരായി. എന്നിട്ട് ഫഖാല ലി വലിർറജുലി സാലിസ് അല്ലദീ ദഅ, അദ്ദേഹം പുറത്തുനിന്ന് വിളിച്ച ആ വ്യക്തിയോടും എന്നോടും പറഞ്ഞു, ഇസ്തഖിറാ ശൈഅൻ, കുറച്ചങ്ങോട്ട് മാറി നിൽക്കീന്ന് പറഞ്ഞു. ഫഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ലാ യതനാജത്നാനി ദൂന വാഹിദ്. ഞാൻ പുറത്തുനിന്ന് ഇപ്പം ഇങ്ങോട്ട് മറ്റൊരാളെ വിളിച്ചത് 3 ആളാണെങ്കിൽ അവർ 2 പേര് സ്വകാര്യ സംഭാഷണം നടത്താൻ പാടില്ല മറ്റാളെ കൂടെ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ട് 4 ആളാവാൻ വേണ്ടിയിട്ട്. നിങ്ങളോട് ഞാനൊന്ന് അല്പം മാറി നിൽക്കാൻ പറഞ്ഞത് 2 ആൾ ഒരു കാര്യത്തിനെ കുറിച്ച് സംഭാഷണം നടത്തുകയാണെങ്കിൽ അവിടെ കട്ട് കേൾക്കാനോ അവർക്ക് അനുവാദവും സമ്മതമില്ലാതെ അവിടെ വേറൊരാൾ വന്ന് ഇരിക്കാനോട് പാടില്ല. അത് മറ്റൊരു മര്യാദയാണ്. 2 ആൾ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭാഷണം നടത്തുകയാണ്, അവിടെ വേറൊരാൾ അവരനുവാദം സമ്മതമില്ലാതെ വരിക, എന്നിട്ടതിൽ ഇടപെടാൻ നിൽക്കുക പാടില്ല. അവരോട് സമ്മതം ചോദിച്ച അനുവാദം ഉണ്ടെങ്കിൽ വിരോധം, അതല്ലെങ്കിൽ അവരോട് സമ്മതം ചോദിച്ചാൽ അടുത്തിരിക്കണില്ല, കുറച്ച് അപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ വീക്ഷിക്കുക, എന്തൊക്കെയാ പോര് പറയണു, എന്തൊക്കെയാ പാടെ നടക്കണു, കട്ട് കേൾക്കുക എന്ന് പറഞ്ഞു, അതും പാടില്ല. വലാ തജസ്സസു, ജാസൂസിൻ്റെ പണിയെടുക്കാൻ പാടില്ല. രഹസ്യമായിട്ട് കാര്യങ്ങളെ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ വീക്ഷിക്കാൻ പാടില്ല, കട്ട് കേൾക്കാൻ പാടില്ല, കട്ട് നോക്കാനും പാടില്ല. ഇതൊക്കെ മുസ്ലിമീങ്ങൾ പാലിക്കേണ്ട വളരെ മഹത്തായ ആദാബുകളിൽപ്പെട്ടതാണ്. അങ്ങനത്തെ കാര്യങ്ങൾക്ക് വിരുദ്ധമായി ചെയ്യരുത്. ദീനുൽ ഇസ്ലാം അത് വളരെ ശക്തമായി വിരോധിച്ച കാര്യങ്ങളുമാണ്. അതേപോലെ 2 ആളുകൾ 3 ആളുകളുള്ള സമയത്ത് 2 ആളുകൾ ഉച്ചത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്, രഹസ്യമായിട്ടല്ല, പക്ഷെ ഭാഷ വ്യത്യാസമുണ്ട്. 2 ആളുകൾ അറബിയിൽ ഭംഗിയായിട്ട് ഇങ്ങനെ സംസാരിക്കുക, മറ്റേ പാവം മലയാളം മാത്രമേ അറിയുള്ളൂ, എന്താണ് ഇവർ പറയുന്നു തിരിയണില്ല. നമ്മൾ സൗദിയിലൊക്കെ ഉള്ള സമയത്ത് അവിടെ ചില ആളുകൾക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അറബിയൊക്കെ ഫീലൊക്കെ മുന്നിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പോൺസറോ അല്ലെങ്കിൽ സൂപ്പർവൈസറോ പോലത്തെ അറബി ഭാഷക്കാർ ഉണ്ടെങ്കിൽ ഇവർ 2 ജോലിക്കാർക്ക് പോലെ പറ്റി വെറുപ്പോ കാര്യം മലയാളത്തിൽ സംസാരിക്കും. ആ പാവത്തിനൊന്നും അറിയില്ല, അയാൾ കേൾക്കൂല. തെറ്റാണ്. രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് തന്നെ സംസാരം, പക്ഷെ അവനറിയൂല. 2 ആളുകൾ ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കുക, മറ്റേ ആൾക്ക് പാവത്തിന് മലയാളം മാത്രമേ അറിയുള്ളൂ, എന്താ പോലും പറയുന്നു എന്നറിയൂല. പാടില്ല. ദീനുൽ ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങളാണിതൊക്കെ. ഭാഷയുടെ കാര്യത്തിൽ മറ്റവന് തിരിയാത്ത ഭാഷയിൽ 2 ആളുകൾ അവർക്കറിയുന്ന നിലക്ക് സംസാരിക്കുക, മറ്റവന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ആ പാവം അവനെക്കുറിച്ച് എന്തെങ്കിലും പറയാണോ, എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാക്കുമോ, പ്രയാസങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം മഹത്തായ ഈ അദബ് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ബുഖാരി മുസ്ലിം റഹിമഹുമുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ പറഞ്ഞ വാക്കുകൾ ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിലുള്ളത്.
വീടുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ വീട്ടിലുള്ള മാതാവും ആ വീട്ടിലുള്ള മകളും അവർ കാര്യങ്ങൾ സംസാരിക്കും. അവിടെ മരുമകളായിട്ട് വന്ന ആൺമക്കളുടെ ഭാര്യമാരായിട്ട് വന്ന പെണ്ണുണ്ടാകും. അവൾ കേൾക്കാതെ സ്വകാര്യമായിട്ട് ഇവർ സംസാരിക്കും. അതല്ലെങ്കിൽ മാതാവും മക്കളും തമ്മിൽ സ്വകാര്യമായി സംസാരിക്കുക, പിതാവ് കേൾക്കാതെ. അതല്ലെങ്കിൽ പിതാവും മക്കളും തമ്മിൽ സംസാരിക്കുക, മാതാവ് കേൾക്കാതെ. ഇങ്ങനെയൊക്കെ ജോലി സ്ഥലങ്ങളിൽ സഹപാഠികൾ, സഹപ്രവർത്തകർ, അതേപോലെ ഓരോ സ്ഥലങ്ങളിലും ആളുകളിൽ നിന്നുണ്ടാകുന്ന ഒരു തെറ്റാണ്. അതിൻ്റെ പേരിൽ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ആ വ്യക്തി മാനസികമായി വല്ലാതെ വിഷമപ്പെടും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഭവിഷ്യത്ത് പറഞ്ഞത് അത് തന്നെയാണ്. മിൻ അജ്ലി അന്ന ദാലിക യുഹ്സിനു. ആ മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയെ അത് മാനസികമായിട്ട് വല്ലാതെ വ്യസനിപ്പിക്കും, അത് വല്ലാത്ത പ്രയാസ വ്യക്തിക്കുണ്ടാക്കും എന്നുള്ളതാണ്. ഈ വ്യസനവും അവർക്കൊരൊറ്റപ്പെടലും അവരെ അവോയ്ഡ് ചെയ്തു എന്നുള്ളത്, ഈ പറയുന്ന ചിന്തകളൊക്കെ വരാൻ അവർക്ക് എതിരായിട്ട് ഇവർ എന്തൊക്കെയോ കുതന്ത്രങ്ങൾ ഒപ്പിക്കുന്നുണ്ട് അല്ലാഹുവേ എന്നുള്ള പേടിയും ഉത്കണ്ഠയും അതുണ്ടാകാൻ ഇത് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ചെയ്യരുതേ മുസ്ലിമീങ്ങൾ എന്നുള്ളത്. ആളുകളൊക്കെ കൂടി വന്നു, വേറെ ആളുകളൊക്കെ ആയാൽ പിന്നെ വേണമെങ്കിൽ രണ്ടാളുകൾക്കിരുന്ന് സംഭാഷണം നടത്തുക, സ്വകാര്യമായിട്ടൊക്കെ, വിരോധമില്ല. മൂന്നാമത്തെ ആൾക്ക് ഇതുകൊണ്ട് പ്രയാസം ഉണ്ടാകുന്നു. ഒരു മുസ്ലിമിൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങൾ എത്രത്തോളം നമ്മൾ പരിഗണിക്കണം, അവനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളം നമ്മൾക്ക് കരുതൽ വേണം. എത്ര ഉത്തമമായ സ്വഭാവവിശേഷണങ്ങളാണ് ഇതൊക്കെ. നമ്മൾ കേൾക്കുമ്പോഴാണ് ദീനുൽ ഇസ്ലാമിൻ്റെ മഹത്തായ സ്വഭാവങ്ങളും നാം അതിൽ നിന്ന് ഒരുപാട് അകലത്തിൽ കൂടെയാണ് പലപ്പോഴും സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ചില ഉലമാക്കൾ പറഞ്ഞു ഇത് ഹറാമാണ് ഇങ്ങനെ ചെയ്യുന്ന പണി എന്നുള്ളത്, അതിൻ്റെ വിധി അതാണ്. അല്ല, മറ്റുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ശക്തമായ കറാഹത്താണ് എന്ന്. ചെയ്യരുതേ എന്ന പ്രവാചകൻ പറഞ്ഞത്. ചെയ്യരുതേ, ലാ യതനാജസ്നാനീന, നഹിയാണ്. അത് ഹറാമാകാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. നിഷിദ്ധമാണ്, തെറ്റാണ് ആ കാര്യങ്ങൾ. 3 4 ഈ വിഷയം തീർന്നു. 4 മേൽ 5 ആ വിഷയം അത് കഴിഞ്ഞു. ദീനുൽ ഇസ്ലാം മുസ്ലിമീങ്ങൾ അവരുടെ മാനസികമായ പൊരുത്തവും ഇണക്കവും ഒത്തൊരുമയും അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഛിദ്രതയുണ്ടാക്കുന്ന, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന ഒത്തൊരുമയെയും അവരുടെ ആ ഒരു ആൾക്കൂട്ടത്തിനെയും തകർക്കുന്ന ഒരു പ്രവർത്തനങ്ങൾക്കും ദീനുൽ ഇസ്ലാമിൽ യാതൊരു അനുവാദവുമില്ല. ആ പറയുന്ന മഹത്തായ ആദാബുകളുടെ കൂട്ടത്തിൽ പെട്ടതാണിത്. മറ്റൊരു മുസ്ലിമിൻ്റെ സ്വത്താണെങ്കിൽ, അവൻ്റെ ശരീരമാണെങ്കിൽ, അവൻ്റെ അഭിമാനമാണെങ്കിൽ അത് മുഴുവനും ആദരിക്കപ്പെട്ടത് ദീനുൽ ഇസ്ലാമിൽ, സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ടതുമാകും. അതിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള അനുവാദമില്ല. ദീനുൽ ഇസ്ലാം അതിനെ ശക്തമായി എതിർക്കുകയും വിരോധിക്കുകയും ചെയ്തതാണ്. അതിനെ ശക്തമായി എതിർക്കുകയും വിരോധിക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. മുനാഫിക്കീങ്ങളായ ആളുകൾക്ക് ഉണ്ടായിരുന്ന ഈ സ്വഭാവങ്ങളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വളരെ ശക്തമായി കൊണ്ട് എതിർത്തുകൊണ്ട് പറഞ്ഞു, അലം തറ ഇലല്ലദീന നുഹു അനിൻ നജ്വ, രഹസ്യങ്ങൾ പറയരുതേ, സ്വകാര്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവരുതേ എന്ന് പറഞ്ഞ് വിരോധിക്കപ്പെട്ട ആളുകളെ നിങ്ങൾ കാണുന്നില്ല. മുനാഫിക്കീങ്ങൾക്കായിരുന്നു ആ സ്വഭാവം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മദീനത്തെ പള്ളിയിലും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ. എന്നിട്ട് അവരോട് വിരോധിക്കപ്പെട്ടിട്ട് കൂടി സുമ്മ യഊദൂന ലിമാ നുഹു അൻ, വിരോധിക്കപ്പെട്ട ആ തെറ്റിലേക്ക് വീണ്ടും അവരത് ആവർത്തിക്കും. വയതനാജൗന ബിൽ ഇസ്മി വൽ ഉദ്വാൻ വ മഅസിയത്തിർ റസൂൽ, പാപകരമായ പരസ്പരം ശത്രുതയുണ്ടാക്കുന്ന, പ്രവാചകന് എതിര് ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ ഇതുപോലെ രഹസ്യമായ സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ആ മുനാഫിഖുകളുടെ സ്വഭാവം കണ്ടിൽ അള്ളാഹു വിമർശിച്ചുകൊണ്ട് പറഞ്ഞതാണ്. എന്തുകൊണ്ട് വലൈസ ബിളാരിഹിം ഷൈഅൻ ഇല്ലാ ബിഇദ്നില്ല, അവരുടെ ഈ ചതികളോ കുതന്ത്രങ്ങളോ ഈ വൃത്തികേടുകളോ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യൂല, ഒരു ഉപദ്രവം വരുത്തൂല്ല. പക്ഷെ എന്നാലും അവർ ഈ തെറ്റ് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവിൽ മുഅ്മിനീങ്ങൾക്ക് നസീഹത്തായി കൊണ്ടുവന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ തനാജയ്തും, നിങ്ങൾ പരസ്പരം രഹസ്യമായി സംഭാഷണങ്ങൾ നടത്തുകയാണെങ്കിൽ ഫലാ തനാജൂ ബിൽ ഇസ്മി വൽ ഉദ്വാനി വ മഅസിയത്തിർ റസൂൽ, ഈ മുനാഫിഖീങ്ങൾ ചെയ്യുന്നത് പോലെ
പാപകരമായ പരസ്പര ശത്രുതയുണ്ടാക്കുന്ന പ്രവാചകന് വിരുദ്ധമായ കാര്യങ്ങളിൽ ഇങ്ങനെ രഹസ്യമായ സംഭാഷണം നടത്തരുത്. നിങ്ങൾത്ത പണി ഉണ്ടാവരുത്. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതുമല്ല. വതനാജു ബിൽ ബിർരി വത്തഖ്വാ, നിങ്ങൾക്കിനി അങ്ങനെ രഹസ്യമായിട്ട് ഇങ്ങനെ സംഭാഷണമോ കാര്യങ്ങളോ ചർച്ച ഉണ്ടെങ്കിൽ ആ ചർച്ചയിൽ നന്മയും തഖ്വയുമായിരിക്കണം. നല്ല കാര്യങ്ങൾ. ഏതെങ്കിലും ഒരാൾ പാവപ്പെട്ടവനാണ്, അർഹനാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കണം, വേറെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ മനുഷ്യനെ അവഹേളിക്കാതെ വഷളാക്കാതെ, അതല്ലെങ്കിൽ ഇനിയും ഒരു അത്യാവശ്യ കാര്യങ്ങളുണ്ട്, നമുക്ക് ആ വിഷയത്തിൽ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, വേറെന്ന് അറിയിക്കാതെ നല്ല കാര്യങ്ങൾ, അതേപോലെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഖ്വയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ഇതേപോലെ മുനാജാത്തി ഈ പറയുന്ന സംഭാഷണങ്ങൾ നടത്തിക്കോളി. മുനാഫിഖീങ്ങളും യഹൂദികളും ചെയ്യുന്നത് പോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുതേ. ത്വാഅത്തായ നല്ല കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ ഇബാദത്തിലും ദീനിലും അള്ളാഹുവിൻ്റെ തഖ്വയിലും അതിലേക്ക് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളത് നടത്തിക്കോളി, അങ്ങനെ ചെയ്തോളി. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ സഈദ് ബിൻ മഖ്ബരി റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയും അദ്ദേഹത്തിൻ്റെ കൂടെ വേറൊരാളും ഒരു സ്ഥലത്തിരുന്ന് സംഭാഷണം നടത്തിയായിരുന്നു. അവർ രണ്ടുപേര് മാത്രമുള്ള സമയത്ത്, അനുവദനീയമായ സമയത്ത് രണ്ടാളിരിക്കും. അങ്ങനെ ഈ പറയുന്ന സഈദ് ബിൻ അബി സഈദുൽ മഖ്ബരി പറയാണ്, ഞാൻ അവിടെ ആ സദസ്സുക്ക് ചെന്നിരുന്നു. അപ്പോൾ ഫളറബ ബിയദിഹി സ്വദരി, സഈദ് ബിൻ മഖ്ബരി പറയാണ്, അബി സഈദുൽ മഖ്ബരി പറയാണ്, അബ്ദുല്ലാഹി ബിൻ ഉമർ എൻ്റെ നെഞ്ഞിന് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് ഒരു അടിയടിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അമാ അലിംത അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ അങ്ങോട്ട് അടിച്ചിട്ട് ആ സദസ്സിന് തള്ളി എന്നുള്ള അർത്ഥത്തിൽ. അബ്ദുല്ലാഹി ബിൻ ഉമർ അത് പറ്റിയിലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് നീ കേട്ടിട്ടില്ലേ, ഇദാ തനാജസ്നാനി ഫലാ തജ്ലിസ് ഇലൈഹിമാ ഹത്താ തസ്തഅ്ദിനഹുമാ, രണ്ടാളിരുന്നൊരു സംഭാഷണം, സ്വകാര്യമായിട്ട് സംഭാഷണം ചർച്ച നടത്തുകയാണെങ്കിൽ അവരനുവാദമല്ലാതെ അവിടെ ചെന്നിരിക്കരുതേ എന്ന് പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ, എനിക്ക് ആ സംഭവം അറിയില്ലേ എന്ന് പറഞ്ഞ് വിമർശിച്ചു. അവർക്ക് അനുവാദമുണ്ട് എന്നുണ്ടെങ്കിൽ വിരോധമല്ല താനും, അവർക്ക് അനുവാദമുണ്ട് എന്നുണ്ടെങ്കിൽ വിരോധം, അതിൽ ആ വ്യക്തിയും കൂടിയും ഈ സംഭാഷണത്തിൽ പങ്കെടുക്കുന്നത് നല്ലതാണ് എന്ന് ഇവന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് അനുഭവം തോന്നിയെന്നുണ്ടെങ്കിലും അതിന് വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ ധാരാളം അദബുകൾ ആളുകളുമായി ഇടപെടുമ്പോൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം. മറ്റുള്ളവരെ മാനസികമായി പ്രയാസപ്പെടുത്താതെ, അവരുടെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമകളായി, ഉന്നതമായ വിശേഷണങ്ങൾ ഉള്ള ആളുകളായി മുസ്ലിമീങ്ങൾ ജീവിക്കാൻ വേണ്ടി പ്രവാചകൻ ഇതുപോലത്തെ ധാരാളം ആദാബുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഉണ്ട് താൻ. അത്യാവശ്യക്കാരായ ആളുകളുണ്ടാകും, രോഗികളുണ്ടാകും, പ്രയാസമുള്ള ആളുകളുണ്ടാകും. അവരുടെ മാനസികാവസ്ഥകളൊക്കെ പരിഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനും, അർഹതയുള്ള ആളുകളാണെങ്കിൽ അവരോട് കാരുണ്യം ചെയ്യാനും, അത്യാവശ്യക്കാരായ ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കാനും, ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം നമുക്ക് ഓരോരോ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നത്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, ആളുകൾ ഇങ്ങനെ ഇരുന്ന് സ്വകാര്യമായിട്ട് വളരെ കൂലങ്കഷമായി വളരെ അർത്ഥഗർഭമായി ഒക്കെ സംസാരിക്കുന്നത് കണ്ടാൽ, സ്വകാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് കണ്ടാൽ എന്തോ വലിയ കാര്യപ്പെട്ട വിഷയമാണ് എന്ന് തോന്നും. അള്ളാഹു പറയാൻ, ലാ ഖൈർ ഫീ കസീരിൻ മിൻ നജ്വാഹും, ആളുകൾ രഹസ്യമായി സംഭാഷണം നടത്തുന്ന ഭൂരിഭാഗം കാര്യങ്ങൾ ഒരു നന്മയുമില്ല. ഒന്നിരിക്കൽ ഈ പറയുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളും വേറുള്ള ആളുകളും രഹസ്യമായിട്ട് നടത്തുന്ന ചർച്ചകളാണെങ്കിൽ അതിലൊരു ഖൈറും ഇല്ലല്ലേ. ഇത്ര വലിയ ഉന്നതനായിട്ട് ചർച്ച ചെയ്യുന്ന അടച്ചിട്ട റൂമിൽ പോയിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിലൊരു ഖൈറും ഉണ്ടാവില്ല, ഒരു നന്മയുണ്ടാവില്ല. ബഹുഭൂരിഭാഗം അവരുടെ രഹസ്യ സംഭാഷണങ്ങളും ഒരു നന്മയുമില്ല. ഇല്ലാമൻ അമറ ബിസ്സദഖ, ദാനധർമ്മത്തിനെക്കുറിച്ച് അത് ചെയ്യാൻ വേണ്ടി പരസ്പരം കൽപ്പിക്കുന്ന ഒരു സംഭാഷണമാണെങ്കിൽ ഒഴിച്ച്, ഔ മഅറൂഫിൻ, അതല്ലെങ്കിൽ ദീനിലും ദുന്യവിയായ നിലക്കും നല്ലതായ കാര്യങ്ങളെക്കുറിച്ചുള്ള സംഭാഷണങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒഴിച്ച് അതിൽ നന്മയുണ്ട്. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അതല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ രമ്യതയും സുൽഹുമുണ്ടാക്കാൻ വേണ്ടിയുള്ള ചർച്ചകളാണെങ്കിൽ അതിലൊക്കെ നന്മയുണ്ട്. പാവങ്ങൾക്ക് എന്തെങ്കിലും, അർഹതപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായി സഹായം സദഖയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ ശർഇലും മുസ്ലിം ആളുകളുടെ പൊതു മണ്ഡലത്തിലും നല്ല കാര്യമാണ് എന്ന് അറിയപ്പെട്ട വിഷയങ്ങളാണ്. അതല്ലെങ്കിൽ രണ്ടാളുകൾ പിണങ്ങിക്കഴിയുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഇടയിൽ
രമ്യതയുണ്ടാക്കാൻ ഭാര്യയും ഭർത്താവും തമ്മിലോ അതല്ലെങ്കിൽ രണ്ട് സഹപ്രവർത്തകർ തമ്മിലോ സഹോദരങ്ങൾ തമ്മിലോ അയൽവാസികൾ തമ്മിലോ പിണങ്ങിയതാണ്, അവരുടെ ഇടയിൽ സുൽഹുണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ, ചില ആളുകൾ മറ്റുള്ളവരുടെ മുന്നിൽ സുൽഹുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് അവർ ഇറങ്ങുന്നതിൻ്റെ മുമ്പുള്ളതിലേറെ അവരുടെ ഇടയിലുള്ള അകൽച്ച കൂട്ടുന്ന ആളുകളുണ്ട്. കഴിയൂല എന്നുണ്ടെങ്കിൽ ആ പണി എടുക്കാതിരിക്കുക നമ്മൾ വേണ്ട. നമുക്കതിന് കഴിയൂല, ഇടപെടാൻ കഴിയൂല. അതല്ലെങ്കിൽ നമ്മളതിൽ ഇടപെട്ടത് കൊണ്ട് അതിൽ നല്ലൊരു രമ്യതയിലേക്ക് ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ നാം അതിൽ ഇടപെടാതിരിക്കുക. കഴിയാത്ത ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു ആരെയും നിർബന്ധിച്ചിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യൻ അവന് കഴിയാത്തത് ഒരാളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധിച്ചിട്ടില്ല. ചില ആളുകൾ നല്ല നിലയ്ക്ക് ഇടപെട്ട് കാര്യങ്ങളൊക്കെ നീതിയുക്തമായി രണ്ട് ഭാഗത്തുള്ളത് ശരിക്ക് കേട്ട് വ്യക്തിപരമായ താല്പര്യങ്ങളോ മറ്റുള്ള ലക്ഷ്യങ്ങളോ ഇല്ലാതെ ഇടപെട്ട് രമ്യമായി പരിഹരിച്ചാൽ വളരെ നല്ല ഒരു സേവനമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അത് ഖൈറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ കൂടെ പറഞ്ഞത് നന്മയാണ്. നേരെ മറിച്ച് കഴിയാതെ ഒരാളെ ഭാഗം മാത്രം പറയേ, വിഷയം കൃത്യമായി പഠിക്കാതെ നിൽക്കുകയെ, എന്തെങ്കിലും താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ വെച്ച് പുലർത്തുകയോ ചെയ്ത് സുൽഹുണ്ടാക്കാനാണ് എന്ന് പറഞ്ഞു പോയിട്ട് ആ രണ്ടാളുകളുടെ ഇടയിലുള്ള ആ ഗ്യാപ്പ് അത് കൂടുതൽ കൂട്ടി ആ ബന്ധം തകർത്ത് അവർക്ക് വലിയ പ്രയാസങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ ദുൽമാണ്. പ്രത്യക്ഷത്തിൽ അതിന് സുൽഹി എന്നിവൻ പറഞ്ഞാലും അത് യഥാർത്ഥത്തിൽ അക്രമവും അനീതിയുമാണ്. അത് നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവാതിരിക്കാൻ വളരെ അധികം ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മൾ കാണിക്കണം. അള്ളാഹു പറയുന്നു, രണ്ടാളുകളുടെ ഇടയിൽ, മനുഷ്യരുടെ ഇടയിൽ സുൽഹുണ്ടാക്കുകയാണ്. അത് നന്മയാണ്, അത് നന്മയാണ്. പക്ഷേ ആളുകളുടെ ഉദ്ദേശം, ലക്ഷ്യം അതിലെന്താണ്? വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തിൽ, അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ വജ്ഹുമാണ് ഉദ്ദേശം എന്നുള്ള ഇഖ്ലാസ് അതിലുണ്ടെങ്കിൽ ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമാ, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മറ്റുള്ള ഭൗതികമായ ലക്ഷ്യങ്ങളും താല്പര്യമില്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ രഹസ്യ സംഭാഷണം കാര്യങ്ങളും നടത്തി സദഖന്റെ വിഷയത്തിൽ നല്ല കാര്യങ്ങൾക്കുള്ള ഇസ്ലാഹിൻ്റെ അത് നല്ലതാണ്. നിയ്യത്തനുസരിച്ച് മഹത്തായ പ്രതിഫലം അവർക്ക് നമ്മൾ നൽകുകയും ചെയ്യും. മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യും. നിയ്യത്ത് പരിഗണിക്കപ്പെടും. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അപ്പം ഈ പറയുന്ന നല്ല നിയ്യത്താണെങ്കിൽ അവർക്ക് അതിന് പ്രതിഫലം കിട്ടുള്ളൂ. അതല്ല അവർക്ക് മറ്റ് എന്തെങ്കിലും ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പ്രതിഫലം അവർക്ക് കിട്ടൂല. പക്ഷേ എന്നാലും ഒരു പാവത്തിൽപ്പെട്ട ഒരാൾക്ക് സദഖ കൊടുക്കാൻ വേണ്ടി ഒരു സംഭാഷണം നടത്തിയ മിസ്കീനായ ആൾക്ക് കുറച്ച് സമ്പത്തൊക്കെ കിട്ടിയത് ഖൈർ തന്നെയാണ്, നന്മ തന്നെയാണ്. ഈ പറയുന്നതൊന്നുമല്ലാത്ത നിലക്കുള്ള ആളുകൾ കൂട്ടങ്ങളോ വ്യക്തികളോ സംഭാഷണങ്ങളും രഹസ്യ സംഭാഷണങ്ങളും അടച്ചിട്ട റൂമിൽ വെച്ചിട്ടുള്ള ചർച്ചകളും ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, ബഹുഭൂരിഭാഗം അവരുടെ സംഭാഷണങ്ങളിലും ഒരു നന്മയുമില്ല. അപ്പോൾ ഈ ആദാബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. രഹസ്യ സംഭാഷണമോ കാര്യങ്ങളോ നടത്തുകയാണെങ്കിൽ മറ്റൊരാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാത്ത നിലക്ക് അത് കൈകാര്യം ചെയ്യാൻ തയ്യാറാവണം. അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ ആയി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളുമായിരിക്കാൻ ശ്രമിക്കുക. ഫർളായ നിസ്കാരങ്ങൾ കഴിയാനിടയില്ലാതെ തന്നെ ചർച്ചയ്ക്ക് പോവുക, അദ്കാറുകളും മറ്റുള്ളതൊക്കെ ശ്രദ്ധിക്കാതെ നിൽക്കുക, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നാം ഒഴിവാക്കേണ്ടതാണ്. മഹത്തായ ആ ഇബാദത്തുകളും അതിൻ്റെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത ആ ശ്രേഷ്ഠതകളും അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതല്ലാതെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ആ ചർച്ചയിലാണെങ്കിൽ ഒരിക്കൽ തൂക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയത്തക്ക നിലക്ക് ഉപകാരമുള്ളതൊന്നോട്ട് ഉണ്ടാകൂല. മറ്റൊരു അദബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മറ്റൊരു അദബ് വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ യുഖീമുർ റജുലു അർറജുല മിൻ മജ്ലിസി, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അവൻ ചെന്ന് ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീപ്പിക്കരുതേ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അവൻ ചെന്നിരുന്ന സ്ഥലത്ത് നിന്ന് എണീപ്പിക്കരുത്. എന്നിട്ട് സുമ്മ യജ്ലിസു ഫീ, പിന്നെ ആ വ്യക്തി ആ ആളെ എണീപ്പിച്ച സ്ഥലത്ത് പോയി അടിയിരിക്കുകയും ചെയ്യാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ അദബും തന്നെ ചില ആളുകൾ അറിയാതെ ഇവിടെ ദുരുപയോഗം ചെയ്യലുണ്ട്. നമ്മളൊക്കെ ചെറിയതാകുന്ന സമയത്ത്
ഏതെങ്കിലും സദസ്സിലൊക്കെ ചെന്നിരിക്കുമ്പോൾ പ്രായം ചെന്ന് ചില ആളുകൾ വന്നിട്ട് കുട്ടികളൊക്കെ അവിടെ നിന്ന് എണീറ്റ് പോയിക്കാണി, കുട്ടികളൊക്കെ പോയിട്ട് അവിടെ നിന്ന് എണീറ്റ് പോയിക്കാണി, കാരണന്മാർക്കും പ്രായമുള്ള ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സദസ്സിനെ ആദരിക്കുന്ന, അതല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ ആദരിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട്. ആ മനുഷ്യരെ വിചാരിക്കുന്നത് പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുക, ഈ കുട്ടികളെയൊക്കെ ഇവിടെ നിന്ന് എണീപ്പിച്ചിട്ട് ആ കുട്ടികളൊക്കെ നിർത്തി, അതാണ് ബഹുമാനം. അത് തെറ്റാണ്, വിഡ്ഢിത്തരാണ്. മക്കയിൽ ഞങ്ങൾ ഷെയ്ഖ് റബീ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സദസ്സിൽ അസർ മുതൽ എല്ലാ വെള്ളിയാഴ്ചയും അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ദർസുകളുണ്ടാകും. വെള്ളിയാഴ്ച പ്രത്യേകിച്ച് ഈ പറയുന്ന റമദാൻ്റെയും അതേപോലെ തന്നെ ഹജ്ജിൻ്റെയൊക്കെ ആ സീസണിൽ അദ്ദേഹത്തിൻ്റെ ആ വീട് നിറഞ്ഞു കവിയും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളും സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളും വിദേശത്തെ പല രാജ്യങ്ങളിൽ വന്ന ആളുകളുമായിട്ട് നിറഞ്ഞു കവിയുന്ന സദസ്സുകളുണ്ടാകും. സോഫ ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിശാലമായ ആ ഹാളിൽ. ഗ്രന്ഥാലയമാണ് അദ്ദേഹത്തിൻ്റെ, ഒരുപാട് കിതാബുകൾ കൊണ്ട് നിറക്കപ്പെട്ടത്. അവിടെ ഇവിടേക്ക് സോഫ ഇട്ടിട്ടുണ്ട്, കാർപ്പറ്റും വിരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സോഫ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതേ പ്രായമുള്ള കുട്ടികൾ ചിലപ്പോൾ നേരത്തെ വന്നവരാണെങ്കിൽ ആ സോഫയിൽ ഇരിക്കുന്നുണ്ടാകും. ഷെയ്ഖ് കുറച്ച് കഴിഞ്ഞ് ദർസിന് വേണ്ടി വരുമ്പോൾ അതിൻ്റെ നേരെ അടുത്തുള്ള സ്ഥലത്ത് മഹാനായ ഹദീസിൻ്റെ പണ്ഡിതനിരുന്ന് ദർസ് പറയും. ആ ഷെയ്ഖോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവകന്മാരോ അവിടെ കൂടി ആരെങ്കിലും ആ കുട്ടിയെ ആ സദസ്സിൽ നിന്ന് എണീപ്പിക്കൂല. അത് പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. ആ അദബ് അവർ പാലിക്കും കൃത്യമായിട്ട്. നമ്മുടെ നാട്ടിൽ ചില സ്ഥലത്ത് പള്ളിയിൽ പോലും സൊഫവല് കുട്ടികൾ നേരത്തെ വന്ന് നിന്നിട്ടുണ്ടാകും. അവിടെ വന്ന് സ്ഥലം പിടിച്ച് സുന്നത്ത് സ്കരിച്ചിരുന്നിട്ടുണ്ടാകും. അങ്ങനെ പ്രായം ചെന്ന കാക്കാർ വഴുകി വന്നിട്ട് നിസ്കാരത്തിൻ്റെ സമയത്ത് ഈ കുട്ടികളെ സൊഫവലിന് പിന്നിക്ക് മാറ്റും. അത്തിക്കാടൊക്കെ നമുക്ക് പല അനുഭവങ്ങളുണ്ടായിട്ട് അവസാനം അവരോട് പറഞ്ഞു. അപ്പോൾ ഏതോ ഒരാൾ ഷെയ്ഖ് പറഞ്ഞു കൊടുത്തിട്ട് സൊഫ് ശരിയാക്കുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞൊരു ഹദീസ്, ആദ്യം പുരുഷന്മാർ, പിന്നെ കുട്ടികൾ, പിന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞ ഹദീസുണ്ട്. ആ ഹദീസ് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഹദീസിൻ്റെ പണ്ഡിതന്മാരത് ബലഹീനമാണ് എന്ന് പറഞ്ഞ ഹദീസാണ്, ലഈഫാണ്, സ്വീകാര്യയോഗ്യമല്ല. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിം അല്ലാത്തവരൊക്കെ ആ വിഷയത്തിൽ അങ്ങനെ തന്നെ സഫുകളിൽ വന്നിട്ട് ചെറിയ കുട്ടികളെ അഥവാ നിസ്കാരത്തിന് പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിലും തമയ്യുസായ വകതിരിവും കാര്യബോധവും പ്രാപ്തിയുമുള്ള കുട്ടികളെ സഫിൽ ആദ്യം വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളാണ് ആ സ്ഥലത്തിൻ്റെ അർഹരവരാണ്. അവിടെ നിന്ന് പിന്നിലേക്ക് മാറ്റാൻ ഒരുത്തനും ഒരു അവകാശവുമില്ല, ഒരർഹതയുമില്ല. സൽക്കാരത്തിൻ്റെ സദസ്സുകളിലോ ഇൽമിൻ്റെ സദസ്സുകളിലോ വേറുള്ള സ്ഥലങ്ങളിൽ എവിടെയാണെങ്കിലും ഒരാൾക്ക് സഫവൽ ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ സദസ്സിൻ്റെ മുന്നിൽ വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അവൻ എഫോർട്ട് എടുത്ത് നേരത്തെ വരിക, നേരത്തെ വന്നിട്ട് ആ സ്ഥലത്ത് വന്നിരിക്കുക, അവനിരുന്നോട്ടെ. നേരെ മറിച്ച് ആദ്യം വന്ന് സമയവും അവൻ്റെ അധ്വാനവും ചെലവാക്കി ഒരാൾ നേരത്തെ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ അവനെ ആ സദസ്സിൽ നിന്ന് മറ്റൊരുത്തൻ എണീപ്പിക്കാൻ പാടില്ല, അവിടെ ഒരാൾ ഇരിക്കാനും പാടില്ല. ഈ പറഞ്ഞ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അതിൽ വളരെ സൂക്ഷ്മത കാണിക്കുമായിരുന്നു. അദ്ദേഹം ഒരു സദസ്സിലേക്ക് വരുന്ന സമയത്ത് ആരെങ്കിലും അദ്ദേഹത്തിനെ ബഹുമാനിച്ചുകൊണ്ട് എണീറ്റ് കൊടുത്താൽ പോലും ആ സ്ഥലത്ത് അദ്ദേഹം ഇരിക്കലില്ലായിരുന്നു. അപ്പോൾ പിതാവ് കയറി വരുന്നു, മകൻ ആ പിതാവിനോട് ഇഷ്ടം കൊണ്ട് ആ സ്ഥലത്ത് നിന്ന് എണീറ്റ് കൊടുത്താൽ അദ്ദേഹത്തിന് ഇരിക്കുക, അനുവാദമുണ്ടെങ്കിൽ സമ്മതമുണ്ടെങ്കിൽ. അധ്യാപകൻ കടന്നു വന്നു, വിദ്യാർത്ഥി ബഹുമാനാദരവ് കാരണം എണീറ്റിട്ട് സ്ഥലം കൊടുത്തു എന്നിട്ട് അവനതിരിക്കാം. പ്രായം ചെന്ന ഒരാളെ ബഹുമാനിച്ചാദരിച്ച ഒരാൾ കൊടുത്തു എന്നിട്ട് ഇരിക്കാം, അതിന് വിരോധമല്ല. പക്ഷേ എണീപ്പിക്കാൻ പാടില്ല. ഈ വന്ന വ്യക്തിക്കും പാടില്ല, അവന് വേണ്ടി വേറൊരാളെ പണിയെടുക്കാനും പാടില്ല. അതൊരു അദബുമല്ല, അത് പ്രായം ചെന്ന ആളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നതിൻ്റെ രീതിയിൽ പെട്ടതുമല്ല. ഒരാളൊരു സ്ഥലത്ത് ചെന്നിരുന്നാൽ, അതല്ലെങ്കിൽ മാർക്കറ്റിലും അങ്ങാടിയിലൊക്കെ പൊതുസ്ഥലങ്ങളിൽ കച്ചവടമോ കാര്യങ്ങളായിട്ട് നടത്തുന്ന ഉണ്ടാകും ചില സ്ഥലങ്ങളിലൊക്കെ, വാടക കൊടുത്തൊന്നും വാങ്ങാത്ത പൊതു മാർക്കറ്റുകളോ സ്ഥലങ്ങളോ മൈതാനികളോ ഗ്രൗണ്ടുകളിലോ കച്ചവടമൊക്കെ നടത്തുകയാണെങ്കിൽ ആദ്യം ആര് പോയിട്ടാണ് അവൻ്റെ അത് വിരിച്ചു സാധനങ്ങൾ വെച്ചു, അവനാണ് പിന്നെ ആ സ്ഥലത്തിൻ്റെ അവകാശി. അവനാണ് ഭരണാധികാരിയുടെ പൊതുവായിട്ട് അനുവാദമുള്ള സ്ഥലങ്ങളിൽ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അവിടെ ഏറ്റവും ആദ്യം ചെന്നിരുന്നത് ആരാണോ അവനാണ് അതിൻ്റെ അവകാശി, അത് അവൻ അവകാശപ്പെട്ടതാണ്. പള്ളിയാണെങ്കിൽ ആ പള്ളിയിൽ ഏറ്റവും ആദ്യം ഒരാൾ ഇവിടെ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ആ പറയുന്ന സ്ഥലത്തിൻ്റെ അവകാശി അവനാണ്. അവനെ അവിടെ വെച്ച് മറ്റൊരാൾ എണീപ്പിച്ച് ഇരിക്കാൻ പാടില്ല. ഒരാളവൻ എണീപ്പിച്ച് അവനിരിക്കാൻ പാടില്ല. അതിന് പേരോ ബഹുമാനോ സമ്പത്തോ പ്രശസ്തിയോ ഉള്ളൊരു വ്യക്തി വരികയാണെങ്കിൽ അവന് വേണ്ടി വരെ എണീപ്പിച്ചിട്ട് പിന്നോട്ട് മാറ്റാനും പാടില്ല. സഫിൻ്റെ കാര്യത്തിൽ ആദ്യം പുരുഷന്മാർ, പിന്നെ കുട്ടികൾ, പിന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞ ആ ഹദീസ്, അതാണ് അതിൻ്റെ നിയമം. അത് ലഈഫാണ്, ബലഹീനമാണ്.
അത് ബലഹീനമാണ്. ആളുകൾ ഇങ്ങനെ ചിലത് ശീലിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അതിന് എതിരായിട്ട് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പ്രയാസമാകും. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ പറഞ്ഞു, ലാ യുഖീമുർ റജുലു റജുല മിൻ മജ്ലിസിഹി. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അവൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീപ്പിക്കരുത്, എന്നിട്ട് അവിടെ പോയിരിക്കും ചെയ്യരുത്. അപ്പോൾ പിന്നെ സദസ്സിൽ വരുന്ന സമയത്ത് അല്പം തിരക്കുണ്ട്, വന്ന ആൾക്ക് ഇരിക്കാൻ സൗകര്യം കുറവുണ്ട്, എന്താ ചെയ്യുക? വലാകിൻ തഫസ്സഹു വതവസ്സഉ, നിങ്ങൾ വിശാലത ഉണ്ടാക്കുക. വഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു, നിങ്ങളോട് ഒരു സദസ്സിൽ വിശാലത ഉണ്ടാക്കി, ഒന്നടുത്തിരിക്കി, ഒന്ന് ചേർന്നിരിക്കി, വിശാലത ഉണ്ടാക്കി എന്ന് പറയപ്പെട്ടാൽ ഫഫ്സഹു, നിങ്ങൾ വിശാലത ഉണ്ടാക്കി കൊടുക്കും. കടന്നു വരുന്ന ആളുകൾ കൂടിയിരിക്കാനും അവർ കൂടിയിരിക്കാനും സൗകര്യത്തിനും വിശാലത ഉണ്ടാക്കി കൊടുക്കി. യഫ്സഹില്ലാഹു ലക്കും, നിങ്ങൾ അവർക്ക് വിശാലത ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും മനസ്സിലും നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും അതിന് പ്രതിഫലം എന്നോണം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലത ഉണ്ടാക്കി തരുന്നു. സുബ്ഹാനല്ലാഹ്. ജീവിതമൊക്കെ ഇടുങ്ങിയതാണ്, മനസ്സൊക്കെ കുടുങ്ങിക്കൊണ്ടാണ്, കാര്യങ്ങളൊക്കെ ഒരു പ്രയാസത്തിലാണ്. ഇല്ല, വിശാലത നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ വിശാലത ഉണ്ടാക്കി കൊടുക്കും. നിങ്ങളുടെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും വിശാല മനസ്കരായി നിങ്ങൾ മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം എന്നോണം, അതിന് പ്രത്യുപകാരം എന്നോണം നിങ്ങൾക്ക് അവൻ വിശാലത നൽകും, നിങ്ങൾക്ക് വിശാലത നൽകും. അതല്ലാതെ മറ്റുള്ള ഒരാളെ അവനിരിക്കുന്ന സദസ്സിൽ നിന്ന് എണീപ്പിച്ച് അവിടെ ഇരിക്കാനേ പാടില്ല, അവരെ പ്രയാസപ്പെടുത്താനും പാടില്ല. സദസ്സിൻ്റെ മുന്നിൽ വരണോ, നിങ്ങൾക്ക് സഫവല് വേണോ, ഇമാമിൻ്റെ വലഭാഗം വേണോ, അതിനൊക്കെ നിങ്ങൾ പണിയെടുക്കുക, നേരത്തെ വരും. നിങ്ങളതിന് പണിയെടുത്ത് നേരത്തെ വന്ന്, അതല്ലാതെ വേറെ ആളുകളെ സഫിൻ്റെ മുകളിൽ കൂടെ ചാടി കടന്നു വന്ന് അവിടെ വന്ന് ആദ്യം ഇരിക്കുന്ന ആളുകൾക്ക് അസ്വസ്ഥ ഉണ്ടാക്കി തിക്കിത്തിരക്കി വന്ന്, ഇതൊന്നും ഒരു മുസ്ലിമിൻ്റെ സ്വഭാവത്തിൽ പെട്ടതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖുത്ബ പറയായിരുന്നു വെള്ളിയാഴ്ച. അപ്പോൾ ഒരാളിങ്ങനെ കടന്നു വന്നിട്ട് പിന്നത്തെ സഫിൽ നിന്ന് മുന്നോട്ട് ആളുകളെ പെരടി കൂടി ചാടി കടന്ന് ഇല്ലാത്ത സ്ഥലത്തേക്ക്, സ്ഥലം വാക്കിൻ്റെ മുന്നിൽ പിന്നിലുള്ള ആളുകൾ സഫയിൽ നിന്ന് വന്നിരുന്നിട്ടില്ലെങ്കിൽ പിന്നീട് വന്ന ആൾക്ക് ഇങ്ങോട്ട് വരാം. അങ്ങോട്ട് വരാനുള്ള കാരണക്കാർ ഇവരാണ്, ഓലായിരുന്നു ആദ്യം സഫയിലേക്ക് വരേണ്ടത്. മുന്നിൽ സ്ഥലമില്ലാതെ പിന്നീട് വന്നിട്ട് സഫവല് കിട്ടണമെന്ന് കരുതി മുന്നോട്ട് തിരക്കി വരുന്ന സമയത്ത് ഇജ്ലിസ്, ഇരിക്കവിടെ, ഫഖദ് ആദൈത്, നീ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിമർശിച്ച ഹദീസുണ്ട്. ഇരിക്കവിടെ, ആളുകളോടത്തിരിക്കെ, മറ്റുള്ള ആളുകളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സദസ്സിൽ നമ്മൾ വന്നാൽ അതിന് മുന്നിൽ സ്ഥലം ഇല്ലാതെ പിന്നീട് തിരക്കി മുന്നോട്ട് വരിക എന്നുള്ളത് അതിൻ്റെ അദബിൽപ്പെട്ടതല്ല. ഇൽമിൻ്റെ ഒരു സദസ്സിലാണെങ്കിലും പള്ളിയിൽ നിസ്കാരത്തിന് വന്നതാണെങ്കിലും അവിടെ പാലിക്കേണ്ട മര്യാദ ഒന്നാമത്തെ സൊഫിലേക്ക് മുന്നിൽ വന്നിരിക്കുക എന്നുള്ളത്. പരമാവധി മുന്നിലേക്ക് അടുത്ത് ചേർന്ന് വന്നിരിക്കുക. സൊഫാണെന്നുണ്ടെങ്കിൽ, പള്ളിയാണെന്നുണ്ടെങ്കിൽ സൊഫായിട്ട് ഇരുന്നാൽ മതി. ആളുകൾ നിസ്കാരത്തിന് തയ്യാറായി ശരിയായ അച്ചടക്കത്തോടെ ആ അതബോടെ ഭംഗിയായിട്ടിരുന്നാൽ മതി. പിന്നീട് വരുന്നവർ ആ ബാക്കിയുള്ള സ്ഥലങ്ങൾ പൂർത്തീകരിച്ച് വന്നിരുന്നാൽ മതി. ശാരീരികമായിട്ട് അവശതയോ ബലഹീനതയോ ഉള്ള ആളുകളാണെങ്കിൽ അവരെ കേസ് വേറെയാണ്, കസേര വേറുള്ളത്. അത്യാവശ്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വേറെ കാര്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അദബ് പാലിച്ചാൽ മതി. സൊഫിൻ്റെ നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ. അതേപോലെ ഇൽമിൻ്റെ സദസ്സാണെങ്കിൽ ആ ഇൽമ് പറയുന്ന ആളുകളുടെ അടുത്തേക്ക് പരമാവധി ചേർന്നിരിക്കുക എന്നുള്ളത് അതിൻ്റെ അദബിൽപ്പെട്ടതാണ്. അടുത്തേക്ക് ചേർന്നിരിക്കുക എന്നുള്ളത് നമുക്കിത് താല്പര്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഇഷ്ടമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ തിരക്കാൻ വരും, അല്ലേ? എവിടെയെങ്കിലും ഓഫർ ഉണ്ട് എന്ന് കേട്ടാൽ ആളുകൾ പോയി തിരക്കൂലേ? കേൾക്കണില്ലേ? കാലൊക്കെ വായിപ്പോയിക്കോട്ടെ, ഞാനിവിടെ ബാക്കിൽ. അങ്ങനെയല്ലല്ലോ, അങ്ങനെ അല്ലല്ല. അത് മുന്നുക്ക് വന്നിട്ട് ഏറ്റവും ആദ്യം എനിക്ക് ലഭിക്കണം, ഏറ്റവും ആദ്യം ഈ ഒരു പറയുന്ന ഹിർസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനയിലെ പള്ളിയിലിരുന്ന് ഇൽമു പറയുന്ന സമയത്ത് 3 ആളുകൾ ആ സദസ്സിൽ വന്ന സംഭവങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരാൾ വന്ന് അവൻ നേരെ സദസ്സിൽ വളരെ അടുത്ത് താല്പര്യമുള്ള ഹിർസുള്ള ആളായ നിലക്ക് അടുത്തേക്ക് ഉള്ളിലേക്ക് ചേർന്ന് വന്നിരുന്നു. ഒരാൾ പിന്നിൽ പോയിരുന്നു, മറ്റൊരാൾ ആ സദസ്സിൽ ഇരിക്കാതെ അങ്ങനെ പോകുകയും ചെയ്തു, അവിടെ പാസ് ചെയ്ത് പോയി. അവർ 3 ആളുകളെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒന്നാമത്തെ ആള് ആ സദസ്സ് താല്പര്യമുണ്ട്, ഹിർസുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് അതിലേക്ക് അടുത്ത് ചേർന്ന് വന്നു. അള്ളാഹു അവൻ്റെ റഹ്മത്തിലേക്കും മഗ്ഫിറത്തിലേക്കും അവനെയും ചേർത്ത് കൂട്ടിപ്പിടിച്ചു.
രണ്ടാമത്തെ ആൾ എങ്ങനെ ഇപ്പം ഞാൻ മുന്നിക്ക് അവിടെയൊക്കെ വന്നിരിക്കുക, ആളുകൾ കണ്ടാൽ ഒരു ലജ്ജ തോന്നി അവന്. ഫസ്തഹിയല്ലാഹുമിൻ, അള്ളാഹും അവനെക്കുറിച്ച് ലജ്ജിച്ചു. അവൻ അർഹിക്കുന്നത് കൊടുക്കാതെ ലജ്ജ കാണിച്ചു അവരോട്, ഇങ്ങോട്ട് ചെയ്തതിന് പകരം. മൂന്നാമത്തെ ആൾ നമുക്കിപ്പോൾ അതൊന്നും ആവശ്യമല്ല, ഇൽമിൻ്റെ സദസ്സും പോലെ അതൊന്നും ഇപ്പം നമുക്ക് അത്യാവശ്യമൊന്നുമില്ല, പുറം തിരിഞ്ഞ് അവൻ തിരിഞ്ഞു പോയി. ഫഅറളല്ലാഹു അൻ, അള്ളാഹു അവനിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞു. അവന് പ്രതിഫലോ കാര്യങ്ങളോ റഹ്മത്തോ മഗ്ഫിറത്തോ ഹിദായത്തോ റുഷ്ദോ ലഭിക്കാതെ ഫഅറളല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്ഷണിച്ച് വരി വരി എന്ന് പറയാതെ ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ ആ പറയുന്ന ആവേശത്തോടെ താല്പര്യത്തോടെ മഹത്തായ സദസ്സുകളിൽ വന്ന് ഇരിക്കാൻ തയ്യാറാകണം, പരമാവധി അടുത്തിരിക്കാൻ. അതാണ് അഹ്ലുസുന്നയുടെ ഇൽമിൻ്റെ സദസ്സിൻ്റെ രീതി. അതാണ് അഹ്ലുസുന്നയുടെ ഇൽമിൻ്റെ സദസ്സിൻ്റെ രീതി, അത് മാത്രമാണ്. അത് നമ്മളൊക്കെ പലപ്പോഴും അത് സൗദിയിൽ നിന്നൊക്കെ ഉലമാക്കളുടെ സദസ്സുകൾ നമ്മൾ കണ്ടതുമാണ്. നമ്മളൊന്നും ഉലമാക്കളല്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവർ പറഞ്ഞ പുസ്തകങ്ങളും കാര്യങ്ങളുമാണ് മലയാളത്തിൽ നമ്മൾ തിരിയുന്ന ഭാഷയിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞു തരുന്നത്. പരിമിതികളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ പോലും സദസ്സ് ഇൽമിൻ്റെതാണ്, ഭവനം ഇത് അള്ളാഹുവിൻ്റെതാണ്. പറയപ്പെടുന്ന കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞതും ഖാലല്ലാഹു ഖാല റസൂലുഹു എന്നുള്ളതുമാണ്. അള്ളാഹു പറഞ്ഞു, അവൻ്റെ റസൂല് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. മൂന്നാമതായിക്കൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മൾ നിത്യപതിവിൽ നമ്മൾ പാലിക്കേണ്ടുന്ന, ജീവിതത്തിൽ ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ പരിഗണിക്കേണ്ടുന്ന മറ്റൊരദബാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൻ്റെ വിരലുകൾ ഏമ്പി വൃത്തിയാക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ കഴിച്ച പാത്രങ്ങൾ, പാചകം ചെയ്ത പാത്രങ്ങളൊക്കെ അതിലുള്ള ഭക്ഷണങ്ങൾ തുടച്ചു വടിച്ചെടുത്ത് അത് വൃത്തിയാക്കുക എന്ന് പറയും. ഇന്ന് ഭൂരിപക്ഷം എന്ന് ആളുകളെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പല ആളുകളും സ്ത്രീകളും പുരുഷന്മാരും അവോയ്ഡ് ചെയ്യുന്ന, ഒരിക്കലും ശ്രദ്ധിക്കാത്ത, അതാണൊരു അഭിമാനം എന്ന് പോലും തോന്നിക്കൊണ്ട് ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ഭക്ഷണ കാര്യങ്ങളിൽ. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭക്ഷണം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായൊരു അനുഗ്രഹമാണ്. ഭക്ഷണം, വെള്ളം എന്ന് പറയുന്നത് അതിമഹത്തായൊരു നിഅമത്താണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എരിപെരി കൊള്ളുന്ന ഒരുപാട് ആമാശയങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യ സമൂഹത്തിൽ തന്നെയുണ്ട്. മറ്റുള്ള മൃഗങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ശരിയായ ഒരു മുറുക്ക് വെള്ളത്തിന് വേണ്ടി ആമാശയം കത്തിക്കൊണ്ടിരിക്കുന്ന, കയ്യും കണക്കുമില്ലാത്ത മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രുചികരമായ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നേരാനേരം സമയാസമയം സുഭിക്ഷമായി വിശാലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിമഹത്തായൊരു നിഅമത്താണ്. ആ നിഅമത്ത് നിലനിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നാം നന്ദിയുള്ള അടിമകൾ ആയേ മതിയാകൂ. എൻ്റെ അനുഭവത്തിൽ തന്നെ നമ്മളൊക്കെ ചെറിയതാകുന്ന സമയത്ത് വലിയ സമ്പത്തുള്ള കുടുംബങ്ങൾ പലരുമുണ്ടായിരുന്നവർ, നമ്മളൊക്കെ കുറച്ച് മുതിർന്ന് വലുതായപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതികളൊക്കെ ശോഷിക്കുകയും ദാരിദ്ര്യത്തിലേക്ക് അവരും അവരുടെ മക്കൾ കൂലി വേല ചെയ്യാൻ വേണ്ടി പോകുന്ന ദയനീയമായ അവസ്ഥകൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിലും അതുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ ഭക്ഷണത്തിന് അത് എങ്ങനെ ഉപയോഗിക്കണം, അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് ലഭിച്ചു കഴിഞ്ഞാൽ, അത് ലഭിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ള ആദാബുകൾ പഠിക്കണം. ആ അദബുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള താഴ്മയും അതിനുള്ള വിനയവും നമുക്കുണ്ടാവുകയും വേണം. അതിനുള്ള താഴ്മയും അതിനുള്ള വിനയവും അത് നമ്മൾ പാലിക്കണം. ഭക്ഷണ സാധനം ഒരുപാട് വെച്ചുകൂട്ടുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട വിഷയമാണ്. ഒരുപാട് ഭക്ഷണങ്ങൾ വെച്ചുകൂട്ടുക എന്ന് പറയുന്നതോ, ഒരുപാട് വിഭവങ്ങൾ വിഭിന്നമായതുണ്ടാക്കി കുറച്ച് കഴിച്ച് ബാക്കിയുള്ളത് വേസ്റ്റ് കൊട്ടയിലേക്ക് തട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും അഭിമാനമല്ല, ആദരവല്ല, ആ ലഭിച്ച നിഅമത്തിലുള്ള നന്ദിയുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന ഹദീസിൽ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ബുഖാരി മുസ്ലിം റഹിമഹുമുള്ള പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അകല അഹദുക്കും തുആമൻ, നിങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു ഭക്ഷണം കഴിച്ചാൽ,
ഫലാ യംസഹ് യദഹു, അവന്റെ കയ്യിനെ അവൻ തുടക്കരുതേ. ടിഷ്യൂ കൊണ്ടോ പേപ്പർ കൊണ്ടോ അതല്ലെങ്കിൽ കാലുമ്മലോ വേറെടുത്തോ തുടക്കരുത്, ചുമരുമ്മലോ തുടക്കരുതേ. ഹത്താ യൽഅഖഹ, ആ വിരൽ അവൻ ഈമ്പി വൃത്തിയാക്കി ഭക്ഷണത്തിന്റെ അവശിഷ്ടം അതിൽ നിന്ന് പൂർണ്ണമായി എടുത്തതിന്റെ ശേഷമല്ലാതെ. അതല്ലെങ്കിൽ ഔ യുൽഇഖഹ, അവന് അതിനെ ഈമ്പുന്നില്ലെങ്കിൽ അവന്റെ ചെറിയ കുട്ടികളോ അതല്ലെങ്കിൽ അവനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന അവന്റെ സർവന്റുകൾ, അവന്റെ ജോലിക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പൊടി ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏത് വ്യക്തിയും ഈ വിരലിൽ ഈമ്പാൻ പോലും തയ്യാറാകുന്നുള്ളതാണ് സത്യം. അതിലൊന്നും നമ്മൾ അത്ഭുതപ്പെടേണ്ട. പ്രവാചകനാ പറഞ്ഞത്. അത് നേരത്തിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവന്റെ വിരലിൽ ഈമ്പാൻ പോലും തയ്യാറാകും. ഓരോ രാജ്യങ്ങളിൽ യുദ്ധങ്ങളും മറ്റും വന്നിട്ട് സമ്പത്തിന്റെ മലയിൽ കൂടെ ജീവിച്ചിരുന്ന ആളുകൾ ഒരു നേരത്തെ റൊട്ടിക്ക് വേണ്ടിയും ഒരു നേരത്തെ ബ്രെഡിന് വേണ്ടിയിട്ടൊക്കെ ക്യൂ നിൽക്കുന്നതും ദുരിതപൂർണമായിട്ടും അതിനു വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുന്നതും പത്രങ്ങളിൽ കൂടെ വാർത്താമാധ്യമങ്ങളിൽ കൂടെ പല രാജ്യങ്ങളിലുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും നമ്മളൊക്കെ പലപ്പോഴും കാണുന്നതാണ്. അതിലൊന്നും ആരും അത്ഭുതപ്പെടേണ്ട. ഒന്നിരിക്കൽ അവൻ ഈമ്പി വൃത്തിയാക്കി, അതല്ലെങ്കിൽ അവൻ്റെ ചെറിയ കുട്ടികളോ അതല്ലെങ്കിൽ അവൻ്റെ ജോലിക്കാരോ അതല്ലെങ്കിൽ അതിന് തയ്യാറായി നിൽക്കുന്ന ആളുകളുണ്ടാകും. അവരെ കൊണ്ടെങ്കിലും അത് ചെയ്യിപ്പിക്കണം എന്ന പ്രവാചകൻ പറഞ്ഞു. ഈ ഹദീസിൽ പറഞ്ഞ അവൻ്റെ കൈ തുടക്കരുതേ. അപ്പൊ കഴുകേണ്ട കാര്യമോ? കഴുകണീന് വിരോധമൊന്നുമില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ വിരൽ അത് തുടക്കുന്ന കാര്യം പറയാൻ കാരണം 3 വിരൽ കൊണ്ടായിരുന്നു പ്രവാചകൻ ഭക്ഷണം കഴിച്ചിരുന്നത്. ഏറ്റവും ആദ്യം കാര്യമായിട്ട് അവർക്ക് കഴിച്ചിരുന്നത് ഈ റൊട്ടി പോലത്തെ സാധനങ്ങളാണ്. അതിന് 3 വിരൽ ധാരാളമാണ്. നമ്മളെ ഈ പറയുന്ന ചോറ് പോലത്തത് അത് 5 വിരലും 10 വിരലും കൂട്ടിക്കുഴച്ചിട്ട് ഒന്നായിട്ട് കൊണ്ടുപോയി അങ്ങോട്ട് വെക്കുക എന്നുള്ളത് അവരുടെ രീതിയിൽ പെട്ടതല്ലായിരുന്നു. തുടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഇപ്പോൾ തുടക്കം കഴുകണ്ടേ? നിങ്ങൾ കഴുകി വിരോധമൊന്നുമില്ല. അതിൽ നെയ്യും കൊഴുപ്പും കാര്യങ്ങളുണ്ടെങ്കിൽ കഴുകണി വിരോധമൊന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിരൽ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് സഹാബികൾ പറഞ്ഞു. കാരക്കയായിരുന്നു അവരുടെ മറ്റൊന്ന്, അതേപോലെ തന്നെ ഈ റൊട്ടികളായിരുന്നു വേറൊന്ന്. ചോറാണെങ്കിൽ തന്നെ നമുക്ക് കുറഞ്ഞ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കഴിക്കാവുന്നതുമാണ്. അതല്ല, ചില ആളുകൾ മുന്നിലെടുത്ത് കാണുമ്പോഴേക്കിന് ആർത്തിങ്ങോട്ട് കൂടിയിട്ട് 5 വിരലും ഉള്ളം കൈയും പിന്നെ മറ്റുള്ളതും ഒക്കെ കൂടിയിട്ട് അങ്ങനെ ആവണ്ട എന്ന് വിചാരിച്ചാൽ മതി. തുടക്കുക എന്നുള്ളത് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മറ്റ് മര്യാദകൾ ബിസ്മി പറയാന്നുള്ളത് തുടക്കത്തിൽ അവസാനത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് അറിയുന്നതാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയാണ്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തത്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടു, യഅകുലു ബിസലാസി അസാബിഅ, 3 വിരലുകൾ കൊണ്ട് ഭക്ഷണമെടുത്ത് കഴിക്കുന്നത്. 3 വിരലുകൾ കൊണ്ട് ഭക്ഷണമെടുത്ത് കഴിക്കുന്നത്. ഫഇദാ ഫറഗ ലഅഖഹ, അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ വിരലുകൾ ഈ പറഞ്ഞതുപോലെ ഈമ്പി വൃത്തിയാക്കും ചെയ്തു. പിന്നെ അത് ടിഷ്യൂല് തുടക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ, അതൊരുപാട് കഴുകാനുണ്ടാകൂല. ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ഈ വിഭവങ്ങളും കാര്യങ്ങളും ആളുകളത് കഴിക്കുന്നത്, കുഫാറുകളായ പല ആളുകളും ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ജോലിക്കാരായിട്ടും മറ്റുമുള്ള ആളുകൾ, അവരാണ് ഈ ആർത്തിയുടെ കാര്യത്തിൽ, ഭക്ഷണം അമിതമായി കഴിക്കുന്ന കാര്യത്തിലൊക്കെ ഈ പറയുന്ന പല കൂട്ടങ്ങളും പല വിഭവങ്ങളും വെച്ചിട്ട് കുഴച്ച് ഉരുട്ടി അകത്തേക്കാക്കുന്നത്. 7 ആമാശയത്തിലാണ് കുഫാറ് കഴിക്കുക എന്നുള്ളത്. 7 ആമാശയത്തിൽ, അതിന് മാത്രം ആർത്തിയോടെ മുസ്ലിമീങ്ങൾ ഭക്ഷണത്തിൻ്റെ മുന്നിൽ ആ ആർത്തി അത് ഒഴിവാക്കാൻ തയ്യാറാവണം. മുമ്പൊരു സഹോദരൻ പറഞ്ഞതുപോലെ നമ്മൾ മൻഹജ് സലഫിയാണ്, ഭക്ഷണത്തിൻ്റെ സമയം വന്നാൽ ആ മൻഹജ് നമുക്കില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ സലഫി മൻഹജിലാണ്, പക്ഷേ ഭക്ഷണത്തിൻ്റെ മുന്നിൽ ആ മൻഹജ് നമുക്ക് കിട്ടുന്നില്ല. ആ മൻഹജിലേക്ക് വരണം നമ്മൾ. അള്ളാഹുവിൻ്റെ റസൂല് 3 വിരൽ കൊണ്ട് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കണ്ടു. തമറാണെങ്കിലും കാരക്കയാണെങ്കിലൊക്കെ അതങ്ങനെയായിരുന്നു. നമ്മൾ കഴിക്കുന്ന ഇന്നത്തെ ഈ ചോറ് പോലത്തെ സാധനമാണെങ്കിൽ അത് കുറക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്, നമ്മുടെ മറ്റുള്ള ഇബാദത്തുകൾക്ക് ഉന്മേഷം കൂടാനും അത് നല്ലതാണ്. അതൊരുപാട് കഴിക്കുക എന്ന് പറയുന്നത് ആരോഗ്യത്തെ ബാധിക്കുന്ന നമ്മുടെ രോഗത്തിന്, പല രോഗങ്ങൾക്കും അത് കാരണമാണ് എന്നുള്ളതാണ് സത്യം. വേറെ സ്ഥലത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമറ ബിലഅഖിൽ അസാബിഇ വസ്സഹ്ഫ, പാത്രം, ഭക്ഷണം കഴിച്ച പാത്രം, അത് പാചകം ചെയ്ത പാത്രം. സ്ത്രീകളൊക്കെ ഭക്ഷണങ്ങൾ പാചകം ചെയ്ത്, ആദ്യകാലത്തൊക്കെ ദാരിദ്ര്യമുണ്ടായിരുന്നു, അന്ന് കഷ്ടപ്പാടുകൾ ഉണ്ടായപ്പോൾ
നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ കലവും അതിൻ്റെ ചട്ടിയും അതിൻ്റെ കയ്യിലും അതിൻ്റെ പാത്രങ്ങളൊക്കെ തുടച്ചു വടിച്ച് വൃത്തിയാക്കി കഴിക്കുമായിരുന്നു. ഇന്ന് സാധനം കുറച്ച് കൂടുതൽ വിഭവങ്ങൾ ഉണ്ടായപ്പോൾ, സുഭിക്ഷമായിട്ടുണ്ടായപ്പോൾ കുറേ പ്ലേറ്റിലേക്ക് ഇട്ടു ബാക്കിയുള്ളതൊക്കെ വേസ്റ്റ് കൊട്ടയിലേക്കും അതേപോലെ കഴുകുന്ന പാത്രത്തിലേക്കും മറ്റും കൊണ്ടുപോയിടാതെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കൈവിരലുകളെ ഈമ്പാൻ, അതേപോലെ ഇതുണ്ടാക്കിയ കഴിച്ച പാത്രങ്ങളെ അത് തുടച്ചു വടിച്ചെടുക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. വഖാല, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നക്കും ലാ തദറൂന ഫീ അയ്യി തആമിക്കും അൽ ബറക, നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഏത് ഭാഗത്താണ് ഏതിലാണ് ബറക്കത്തുള്ളത് എന്ന് നിങ്ങൾക്കറിയൂല. അപ്പം നമുക്ക് വേണ്ടത് കുറച്ചെടുത്ത് കഴിച്ചു, സുഭിക്ഷമായി, ബാക്കി വേസ്റ്റ് കൊട്ടയികൾ തൊട്ടല്ല. ഒരു പക്ഷേ ബറക്കത്തുള്ളത് അതിലായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമുള്ളതൊക്കെ കോരി വാരി എടുത്തിട്ട് പിന്നീട് ആ കലങ്ങളും ആ പാത്രങ്ങളും ആ ചട്ടികളും ആ കയ്യിലുകളൊക്കെ അതങ്ങോട്ട് കഴുകുന്ന വാഷ് ബേസികൾ തട്ടല്ല, അതിലായിരിക്കും ഒരു പക്ഷേ ബർക്കത്തുണ്ടാകുക. ഭക്ഷണത്തിനോട് വളരെ സ്നേഹത്തോടെ ആദരവോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹത്തായ നിഅമത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ പഠിക്കും. അല്പസ്വല്പം ഉണ്ടാക്കുക, തയ്യാറാക്കുമ്പോൾ പാചകം ചെയ്യുന്നത് ഒരുപാട് വെച്ച് കൂട്ടാതിരിക്കുക, കുറച്ച് പാചകം ചെയ്യുക. അത് നല്ല നിലയ്ക്ക് രുചിയോടുകൂടെ ശരീരത്തിന് അതേപോലെ തന്നെ സംതൃപ്തിയോടുകൂടെ അത് കഴിച്ച് ആരോഗ്യത്തിനും ആഫിയത്തിനും ഉപകാരപ്രദമാകുന്ന നിലക്ക് അത് എല്ലാവർക്കും വിഹരിച്ചുകൊണ്ട് അത് കഴിക്കാൻ തയ്യാറാകുക. ചെറിയ കുട്ടികളാണെങ്കിലൊക്കെ അവർക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ അദബുകൾ പഠിപ്പിച്ചു കൊടുക്കുക. മുതിർന്ന ആളുകൾ ആ ഭക്ഷണത്തിന് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അവർക്ക് കണ്ട് പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ ആ ഭക്ഷണത്തിൻ്റെ ബറക്കത്തും അതുകൊണ്ടുള്ള ഖൈറും ആഫിയത്തും ആളുകൾക്ക് ലഭിക്കും. ഇന്നൊരുപാട് കഴിക്കുന്നു, ഒരുപാട് ആളുകൾ രോഗികളായി ആ ഭക്ഷണം കൊണ്ട് വേണ്ടതുപോലത്തെ ഉപകാരങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും ചെയ്യുന്നു. ഭക്ഷണം ഒരുപാട് വിശാലമായതുകൊണ്ട് ഒരുപാട് രോഗികളാണ് പല ആളുകളും. കാരണം അതിനുവേണ്ടി ചെന്ന് ചോദിച്ചാൽ ഇന്നത് കൂടുതലാണ്, ഇന്നത് കഴിച്ചത് പ്രശ്നമാണ്, ഇന്നത് നിങ്ങൾ കുറയ്ക്കേണ്ടതാണ് എന്നുള്ള പരിഹാരങ്ങളാണ് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ബറക്കത്ത് അതിൻ്റെ ഏത് ഭാഗത്താണ് എന്ന് നിങ്ങൾക്കറിയുകയില്ല എന്ന്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കുക, കളയുക എന്ന് പറയുന്നത് ഒരിക്കലും അഭിമാനമോ അന്തസ്സോ പ്രതാപത്തിൻ്റെ പേരിലോ അറിയിക്കുന്നതേ അല്ല. ഭക്ഷണം അത് കൃത്യമായി അല്പമുണ്ടാക്കി ശ്രദ്ധയോടെ കഴിക്കുക എന്ന് പറയുന്നതിന് മനുഷ്യന്റെ ലുബ്ധതയുടെ മേലോ പിശുക്കത്വത്തിൻ്റെ മേലോ ദാരിദ്ര്യത്തിൻ്റെ മേലോ അറിയിക്കുന്നതും അല്ല. അത് ആ ഭക്ഷണത്തിനുള്ള ആദരവ് പ്രകടിപ്പിക്കുക, അത് നൽകിയ അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കുക എന്നുള്ളതിൽപ്പെട്ടതാണ്. ഇദാ വഖഅത്, മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, ഇദാ വഖഅത് ലുഖ്മത്തു അഹദിക്കും, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്നൊരു പിടിയോ ഒരു കഷ്ണോ ഒരൽപ്പോ താഴെ ചാടിപ്പോയാൽ ഫൽയഖുദ്ഹ, അത് താഴെ നിന്ന് അവൻ എടുക്കണം. താഴ്ഭാഗത്ത് മണ്ണുണ്ടാകും, പൊടിയുണ്ടാകും, അവിടെ നിന്ന് അതെടുക്കണം. എന്നിട്ട് ഫൽയുമിത്തു മാ കാന ബിഹാ മിൻ അദൻ, അതിൽ എന്തെങ്കിലും വൃത്തികേടുകളോ മണ്ണോ പൊടിയോ കല്ലോ എന്തെങ്കിലും അതിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. എന്നിട്ട് വലിയ കുൽഹ, അതവൻ കഴിക്കണം, അത് കഴിക്കണം. നേരെ മറിച്ച് വലാ യദഅഹാ ലിശ്ശൈത്വാൻ, പിശാചിന് വേണ്ടി അതിനെ ഒഴിവാക്കിയിട്ട് കൊടുക്കരുത്. നമ്മളതെടുത്തില്ലെങ്കിൽ അത് പിശാച് കഴിക്കും. അവനെ തീറ്റിപ്പോറ്റരുതേ, അവനെ തീറ്റിപ്പോറ്റരുത്. താഴെ ചാടിയെന്നുണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കണം. വലാ യംസഹ് യദഹു ബിൽ മിൻദീലി, അതേപോലെ തന്നെ അവൻ്റെ കർച്ചീഫ് കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ പേപ്പർ കൊണ്ടോ അതല്ലെങ്കിൽ അവൻ്റെ കയ്യിലുള്ള കയ്യിലുണ്ടായിരുന്ന തുണി കൊണ്ടോ അവൻ്റെ വിരലിനെ അവൻ്റെ കയ്യിനെ തുടക്കരുത്. ഹത്താ യൽഅഖ അസാബിഅഹു, അവൻ്റെ വിരലുകളെ ഈമ്പി വൃത്തിയാക്കുന്നത് വരെ. ഫഇന്നഹു ലാ യദ്രി ഫി അയ്യി തആമിഹി അൽ ബറക, അവൻ്റെ ഭക്ഷണത്തിൽ ഏതിലാണ് ബറക്കത്തുള്ളത് എന്ന് അവൻ അറിയുകയില്ല, ബറക്കത്തുള്ളത് എന്ന് അറിയുകയില്ല. അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയാം. തുടക്കത്തിൽ ഭക്ഷണം മുന്നിൽ കണ്ട് ആർത്തി കൊണ്ട് മറന്നാൽ പിന്നെ ഇടയിൽ ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് പറയണം. മിക്കവാറൊക്കെ എല്ലാവരും തുടക്കത്തിൽ മറക്കണോലാ തോന്നുന്നു. അവ്വലഹു ആഖിറഹു എല്ലാവർക്കും അറിയാലോ. ബിസ്മില്ലാ അവ്വലഹു ആഖിറഹു ആദ്യം മറന്നാൽ അടിയിലാണെങ്കിൽ അത് പറയും. വയഅ്കുലു ബിയമീനിഹി, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. ഈ വലത് കൈയിനെ മുന്തിക്കണം നല്ല കാര്യങ്ങളിൽ മുഴുവനും വലത്തതിനെ മുന്തിക്കണം എന്ന് പറയുന്ന അദബ് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ്. കൊടുക്കുന്നതും വാങ്ങുന്നതും അതൊക്കെ ഇടത്തെ കൈ കൊണ്ടാകും.
ചില ആളുകൾ കുടിക്കുന്നതും തിന്നുന്നതും അത് ഇടത്തെ കൈ കൊണ്ടാകുക. ചില ആളുകൾ പ്ലേറ്റ് അത് ഭക്ഷണം വലത്തെ കൈ കൊണ്ട് കഴിക്കും. വെള്ളത്തിൻ്റെ കപ്പാണെങ്കിൽ അത് ഇടത്തെ കൈ കൊണ്ട്. പറഞ്ഞാൽ അവർ പറയുക ആ കപ്പുമ്മ എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമാകും. നിങ്ങൾ കഴിച്ച ഈ പ്ലേറ്റിലില്ലേ, നിങ്ങളിതുണ്ടാക്കിയ ചെമ്പിലില്ലേ അവശിഷ്ടം, അതൊക്കെ മോറിനൊരാൾക്ക് ഈ കപ്പും കൂടി മോറിന് എന്താ പ്രശ്നം? ചില ആളുകൾ ഇടത്തെ കൈ കൊണ്ട് കൊടുത്ത് വലത്തെ കൈ കൊണ്ട് അതിന് മുട്ട് കൊടുക്കും. എവിടെ അത് പറഞ്ഞത്? ആരതിങ്ങനെ പഠിപ്പിച്ചത്? അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾ ഭക്ഷണം കഴിക്കാനും കുടിക്കാനും വലത് കൈ ഉപയോഗിക്കാനാണ് പറഞ്ഞത്. അപ്പം പിന്നെ നമുക്കല്ല ഇടത്തെ ഒരു കൈ തന്നിട്ടില്ലേ, അത് വെറുതെ ആവൂലേ? അതിന് വേറെ പണിയുണ്ട് നിങ്ങൾക്ക്. അതിന് നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് ചെന്നാൽ അത് ഉപയോഗിക്കാൻ അതിന് വേറെ ജോലിയുണ്ട്. ഈ പറയുന്ന മഹത്തായ കാര്യത്തിന് അള്ളാഹു ബഹുമാനാദരവ് നൽകിയ വലത്തെ ആ കയ്യിനെ നിങ്ങൾ മുന്തിക്കുക. അതേപോലെ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം. വയക്കുലു മിമ്മാ യലി, തന്നോട് അടുത്ത ഭാഗത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. അവൻ്റെ മുന്നിൽ നിന്നും അപ്പുറത്തൊന്നും വാരി വലിച്ചെടുക്കരുത്. പ്ലേറ്റിലുള്ള വിഭവങ്ങൾ പലതാണ്. അവൻ്റെ മുന്നിലുള്ളതാണ് അത് വേറെയാണ്, എൻ്റെ മുന്നിലുള്ള വേറെയാണെങ്കിൽ അവിടെ കേസ് വേറെയാണ്, നമുക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെയുള്ള വിഭവങ്ങളാണ് തളികയിൽ നൽകപ്പെട്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മുന്നിൽ നിന്നിട്ടുള്ള ഭാഗത്തിൽ നിന്ന് കഴിക്കണം. ഒരൊറ്റ ഐറ്റംസ് ഭക്ഷണമാണെങ്കിൽ. പലതും അതിലുണ്ട്, പല ഭാഗത്തുമാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം പ്രവാചകന്റെ പോറ്റ മകനായിരുന്നു. അബൂ സലമ റളിയല്ലാഹു അൻഹയുടെ അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായിരുന്നു. ഉമ്മു സലമയെ പ്രവാചകൻ വിവാഹം കഴിച്ചപ്പോൾ പിന്നീട് ഈ കുട്ടി റസൂലിൻ്റെ സംരക്ഷണത്തിൽ വന്നു. അബൂ സലമ വഫാത്താവുകയും ചെയ്തിരുന്നു റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ സമയത്ത് പ്രവാചകന്റെ മുന്നിൽ ഭക്ഷണത്തിൻ്റെ തളിക കൊണ്ടുവന്ന് വെച്ചു. അപ്പം ഈ കുട്ടി ആ സദസ്സിലുണ്ടായപ്പോൾ പ്ലേറ്റിൽ നിന്ന് തളികയിൽ നിന്ന് പല ഭാഗത്തിൽ നിന്നും ഭക്ഷണം വാരിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, യാ ഗുലാം, യാ ഗുലാം സമ്മില്ല, ബിസ്മില്ല എന്ന് പറയേ. വക്കുൽ ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ട് നീ ഭക്ഷണം കഴിക്കേ. വക്കുൽ മിമ്മാ യലീക്, നിന്റെ അടുത്ത ഭാഗത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കേ. 3 അദബുകൾ. കുട്ടിയല്ലേ കുട്ടിയല്ലേ ഒക്കെ കുട്ടിയല്ലേ എന്ന് പറയല്ല, കുട്ടിയെന്ന് വിളിച്ചിട്ട് കുട്ടിക്ക് അദബ് പഠിപ്പിച്ചു കൊടുത്ത് നല്ല നിലക്ക്. അങ്ങനെ ചില ആൾ കണ്ട് കുട്ടികളോട് ഭയങ്കര സ്നേഹക്കാരേക്കാരും, അവർക്ക് കുട്ടികളോട് ഭയങ്കര ദയക്കാരൻ. നിങ്ങളിലേറെ സ്നേഹം ദയും അള്ളാഹുവിൻ്റെ റസൂലിനായിരുന്നു കുട്ടികളോടും വലിയവരോടും. സംശയമൊന്നുമില്ലല്ലോ? ഇല്ലല്ല. കുട്ടികളോടും വലിയവരോടൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനാണ് ഏറ്റവും വലിയ ദയയും സ്നേഹവും വാത്സല്യവും. റഊഫുർ റഹീം എന്നാണ് പ്രവാചകനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ആർദ്രതയും മനോവിശാലതയും കാരുണ്യമുള്ള ആളായിരുന്നു പ്രവാചകൻ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിയിൽ നിന്നിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ, യാ ഗുലാം സമ്മില്ല വക്കുൽ ബിയമീനിക് വക്കുൽ മിമ്മാ യലീക്, ബിസ്മി പറയേ, നിന്റെ അടുത്ത ഭാഗത്തിൽ നിന്ന് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കേന്ന്. ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ അദബുകൾ പാലിച്ചുകൊണ്ടാണ് എൻ്റെ മരണം വരെ ഞാൻ ജീവിച്ചത്. ഇതായിരുന്നു പിന്നെ എൻ്റെ ഭക്ഷണത്തിൻ്റെ രീതി. അതിൽ ഞാൻ പാലിച്ചിരുന്ന അദബ് ഇപ്രകാരമായിരുന്നു. അതിൻ്റെ ആദാബുകളിൽപ്പെട്ടതാണ്. അതേപോലെ ഈ ഹദീസിൽ പറഞ്ഞതാണ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അൽഹംദുലില്ലാ എന്ന് പറയുക. പിന്നെ കയ്യിനെ വൃത്തിയാക്കണം. അതിൽ കഴുകി വൃത്തിയാക്കേണ്ട കാര്യങ്ങളാണ്, വസ്തുക്കളാണ്. നെയ്യും കൊഴുപ്പും ഒക്കെ ഉണ്ട്, ഭക്ഷണത്തിൻ്റെ സ്മെല്ലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വെള്ളം കൊണ്ടും അതേപോലെ തന്നെ ഷാമ്പു കൊണ്ടോ സോപ്പ് കൊണ്ടോ കഴുകുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നവരുടെ ഭക്ഷണം ഇങ്ങനത്തെ ഭക്ഷണങ്ങളായിരുന്നു. അതിൻ്റെ രീതി ഇതായിരുന്നു. അതിന് വേണ്ടത്തക്ക നിലക്ക് ഈ പറയുന്ന നിലക്കുള്ള കഴുകേണ്ട ആവശ്യങ്ങളില്ലായിരുന്നു. 2-3 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവാചകൻ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ സഹാബത്തും ആ രീതികൾ അവർ സ്വീകരിച്ച് ആ പ്രവാചകനെ മാതൃകയാക്കിയ ആളുകളായിരുന്നു. വിശ്വാസത്തിലും ആരാധനകളിലും സലഫിയത്തും സുന്നത്തും സ്വീകരിച്ചവർ ഈ പറയുന്ന ഓരോ കാര്യങ്ങളിലും ആ പ്രവാചകനെ മാതൃകയാക്കി തന്നെയായിരുന്നു അവരും ജീവിച്ചിരുന്നത്. അങ്ങനെ അതിനെ കഴുകി വൃത്തിയാക്കുക. അവൻ്റെ കഴുകി വൃത്തിയാക്കുന്നതിൻ്റെ മുമ്പ് ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ആ വിരലുകളെ അവൻ ഈമ്പി അതിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. കഴിച്ച പാത്രത്തിലാണെങ്കിൽ കുറച്ച് കഴിച്ച് ബാക്കി വേസ്റ്റ് കൊണ്ടുപോയി തട്ടി വേണ്ടതെടുത്ത്, അങ്ങനെയല്ല. വിളമ്പപ്പെട്ട ഭക്ഷണം, മുന്നിൽ കൊണ്ടുവന്ന് വെക്കപ്പെട്ട ഭക്ഷണം മുഴുവൻ നമുക്കത് വേണ്ടെങ്കിൽ കഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആവശ്യമുള്ള ആളുകൾക്ക് അതിൽ നിന്ന് കൊടുക്കാം. എനിക്കത് വേണ്ട, അതല്ലെങ്കിൽ നമുക്ക് വിളമ്പി തരുന്ന സമയത്ത് എനിക്ക് അത്തരം ഭക്ഷണം വേണ്ട എന്ന് നമുക്ക് പറയാം. അതല്ലെങ്കിൽ നമുക്കങ്ങനെ ലഭിച്ച ഭക്ഷണം പറയുന്ന സമയത്ത് അതിന് സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്കോ, അതല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് വെറുപ്പില്ലാത്ത നിലക്ക് മാറ്റിവെക്കാം.
ഇങ്ങനെയൊക്കെ ചെയ്യുക. കളയാൻ ഒരർഹതയുമില്ല, ഒരവകാശവുമില്ല. അത് ആവശ്യമുള്ള ആളുകൾ മാന്യമായി നല്ല നിലക്ക് അത് കഴിച്ചു പോവുകയാണ് വേണ്ടത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവരുടെ ആമാശയങ്ങൾ കത്തിയാളുന്ന കയ്യും കണക്കുമില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയുടെ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നുണ്ട്. മനുഷ്യർ തന്നെയുണ്ട്, അങ്ങനെ മനുഷ്യർ തന്നെയുണ്ട്. മറ്റുള്ള ജീവജാലങ്ങൾ വേറെയും ഉണ്ട്. അതുകൊണ്ട് ഇത് തന്ന അള്ളാഹുവിനോട് ഒരിക്കലും നന്ദി കെട്ടവരാവരുത്. ഇന്ന് സുഭിക്ഷമായി നിഅമത്തുകളുണ്ട് എന്ന് കരുതി തെറ്റിദ്ധരിക്കാൻ നിൽക്കരുത്. ഇത് വിശാലമായി നൽകി അള്ളാഹുവിന് ഒരു സുപ്രഭാതത്തിൽ ദാരിദ്ര്യം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്, ശക്തനാണ്. ഈ തയ്യാറാക്കുന്നവരും അത് വിതരണം ചെയ്യുന്നവരും അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകളും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടെ കാണണം, വളരെ ഗൗരവത്തോടു കൂടെ കാണണം. പ്രവാചകൻ ഈ പറഞ്ഞ അദബ് പാലിക്കാതെ കയ്യുമ്മലും മറ്റും പാത്രത്തിലുമുള്ള ആ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ലിഅന്ന ഹാദാ ഇഹാനത്തുൽ ലിന്നിഅമ, അള്ളാഹു നമുക്ക് നൽകിയ ആ നിഅമത്തിനെ നിന്ദിക്കലാണ്, ചെയ്ത അനുഗ്രഹത്തിന് നന്ദികേട് കാണിക്കലാണ്. ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം അത് ഈമ്പി വൃത്തിയാക്കണം, ആവശ്യമുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കണം. വലാ യത്റുകു ഫീഹാ ശൈഅൻ മിൻ ബഖായ ത്വആം, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും പാത്രത്തിലോ കയ്യിലോ ഒഴിവാക്കരുത്. അതല്ലെങ്കിൽ വൃത്തികേടുകളിലേക്ക് ആ ഭക്ഷണത്തിനെ കൊണ്ടുപോയി കൊട്ടരുത്, തള്ളരുത്. ഫഹാദാ മിൻ ഇഹ്തിറാമിൻ നിഅമ, ആ നിഅമത്ത് അല്ലാഹു നൽകിയ നിഅമത്തിനെ ബഹുമാനിക്കുക, ആദരിക്കുന്നതിൽ പെട്ടതാണ്. കയ്യിൽ നിന്ന് അറിയാതെ താഴെ ചാടിയാൽ വീണുപോയാൽ അത് കൂടിയെടുത്ത് അതിൽ പറ്റിപ്പിടിച്ച അവശിഷ്ടങ്ങളെ മാറ്റി വൃത്തിയാക്കി അത് കൂടി കഴിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് തുടർന്നുകൊണ്ട് പറയാണ്, ഫഹാദിഹിൽ അത്ഇമത്തുല്ലത്തി യുസ്റഫു ഫീ ഇഅദാദിഹാ, ഇന്നത്തെ കാലത്ത് ആളുകൾ പേരും പ്രശസ്തിക്കു വേണ്ടി ഭക്ഷണങ്ങൾ ധാരാളം ഉണ്ടാക്കി തയ്യാറാക്കിയിട്ട് എന്നിട്ട് ഒരുപാട് ഭാഗത്തിൽ കൂടെ അമിതമായി ഇതിനുപയോഗിക്കുന്നു, ദൂർത്ത് കാണിക്കുന്നു. എന്നിട്ടോ തുമ്മ തുഹുദറു വതുൽഖ, ആവശ്യം കഴിച്ച ഭക്ഷണങ്ങളെ കൊണ്ടുപോയി ഒഴിവാക്കപ്പെടുകയാണ്. ഫീ മുജമ്മഅത്തിൽ ഖുമാമത്തി, വേസ്റ്റ് കൊട്ടകളിൽ, ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വേസ്റ്റ് കൊട്ടകളിൽ കൊണ്ടുപോയി തള്ളുക. ഔ തുൽഖാ ഫി തുറാബ്, അതല്ലെങ്കിൽ മണ്ണിലോ വേറെ സ്ഥലത്തോ വേസ്റ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തള്ളുക. ഹാദാ മിൻ കുഫ്റാനിൻ നിഅമ, അള്ളാഹു നൽകിയ നിഅമത്തിന് നന്ദികേട് കാണിക്കൽ. വഹുനാക അഖ്ബുദുൻ ജാഇഅത്തുൻ, ഈ ഭൂമിയിൽ വിശന്ന് വലഞ്ഞ ധാരാളം കരളുകൾ അഥവാ വ്യക്തികളുണ്ട്, ജീവികളുണ്ട്, മനുഷ്യരുണ്ട്. ബിഹാജത്തിൻ ഇലാ ലുഖ്മത്തിൽ ഐഷ്, ഒരു നേരത്തെ ഒരു പിടി ഭക്ഷണത്തിന് അത്യാവശ്യക്കാരായ വിശന്ന് വലഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. എന്നിട്ട് നിനക്ക് അള്ളാഹു നൽകിയ ഈ നിഅമത്ത് ഇങ്ങനെ നന്ദികേട് കാണിച്ചാൽ അള്ളാഹു നിന്നെ ദാരിദ്ര്യം കൊണ്ട് പിടികൂടും. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും, അള്ളാഹു വിളംബരം ചെയ്തത് നിങ്ങൾ നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരാം, നന്ദികേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കും എന്നുള്ളത്. ഒരു ആപ്തവാക്യം, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഇദാ ശുക്കിറത് ഖറത് വസാദത്, അള്ളാഹു നൽകുന്ന നിഅമത്തുകൾക്ക് ഒരാൾ നന്ദി ചെയ്താൽ ഉള്ളത് നിലനിൽക്കും, കൂടുതൽ ലഭിക്കുകയും ചെയ്തു. വഇദാ കുഫിറത് സാലത്, നന്ദികേട് കാണിച്ചാൽ ഉള്ളത് നീങ്ങിപ്പോകും, ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും പഞ്ചും പട്ടിണിയും ദാരിദ്ര്യവുമായി പിന്നീട് ദുരിതങ്ങൾ നിങ്ങളെ പിടികൂടും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഈ അദബുകൾ അത് പാലിക്കൽ അതൊരിക്കലും ഒരു മനുഷ്യൻ്റെ നിന്ദതയുടെ മേലോ ദാരിദ്ര്യത്തിൻ്റെ മേലോ പിശുക്കിൻ്റെ മേലോ അവൻ്റെ ആർത്തിയുടെ മേലോ ഒന്നും അറിയിക്കുന്നതല്ല. പ്രവാചകൻ പറഞ്ഞു, കൽപ്പിച്ചു, പഠിപ്പിച്ചു, ഞാനത് പാലിക്കും. അതിലാണ് അഭിമാനം, അതിലാണ് അന്തസ്, അതാണ് മാന്യത. കൃത്യമായി എത്ര വേണം എന്ന് പഠിക്കുക. സ്ത്രീകൾ പ്രത്യേകിച്ച് പാചകം ചെയ്യുമ്പോൾ അവരുടെ വീട്ടിലുള്ള ഭർത്താവാണെങ്കിൽ മക്കളാണെങ്കിൽ അതിഥികൾ വരുന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര വേണ്ടി വരും, എന്തൊക്കെ വേണ്ടത്, ആ പറയുന്നത് കൃത്യമായി ഉണ്ടാക്കുക. അത് നല്ല നിലക്ക് ആളുകൾക്ക് വിതരണം ചെയ്ത് അവർക്ക് പാചകം ചെയ്ത് വിളമ്പിക്കൊടുത്ത് വിതരണം ചെയ്ത് അത് നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തി എന്ന് ഉറപ്പുവരുത്തുക.
അതിലാണ് അഭിമാനം, അതിലാണ് അന്തസ്, അതാണ് കാര്യബോധം, അതാണ് തൻ്റെ ഇടം. അള്ളാഹു നൽകിയ നിഅമത്ത് നിലനിൽക്കാൻ അത് അനിവാര്യമാണ് താനും. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളായ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ആദാബുകൾ ജീവിതത്തിൽ പകർത്തി ഉത്തമരായ വ്യക്തിത്വങ്ങളായി ജീവിച്ച് അതിലായി മരണപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. أقول هذا وأستغفر الله العظيم الجليل لي ولكم ولسائر المؤمنين والحمد لله رب العالمين. سبحانك اللهم وبحمدك.